എല്ലാവർക്കും നമസ്കാരം. PSC പഠിപ്പുരയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ശ്രീലിഷ്. അപ്പോൾ നമ്മുടെ PSC പഠിപ്പുരയുടെ ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ 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 വലിയ സന്തോഷം. നിങ്ങളുടെ കമന്റുകളൊക്കെ കിട്ടുന്നുണ്ട്, മാക്സിമം മറുപടി പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ പല ക്ലാസ്സുകൾ എടുക്കാൻ പറയുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളായിട്ടും 1 by 1 ആയിട്ട് മാഷ് എടുത്ത് തീർക്കാം. ഇന്ന് അത്തരത്തിലുള്ള ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. ഇന്ന് എടുക്കുന്ന ക്ലാസ് മറ്റൊന്നുമല്ല, വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗം നമ്മൾ കിടക്കുന്നത്. വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗം കിടക്കുന്ന സമയത്ത് ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് എടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി നമ്മൾ ഒന്നാം ഭാഗമായി നമ്മൾ എടുക്കുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ ഇപ്പോൾ കൂട്ടുകാരുടെ മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ടാവും, അല്ല പക്ഷേ ഒരുപാട് വിപ്ലവങ്ങൾ എടുക്കാനല്ലേ, അതിനുശേഷം നമുക്ക് ഫ്രഞ്ച് വിപ്ലവം എടുക്കാനുള്ളത് എന്ന് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഫ്രഞ്ച് വിപ്ലവം എടുക്കുന്നത് നമ്മുടെ കുറേ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്രഞ്ച് വിപ്ലവം എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ തണ്ണീർത്തട സംരക്ഷണം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ക്ലാസ് ദുരന്ത നിവാരണ അതോറിറ്റി നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ക്ലാസ്സുകൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ക്ലാസ് പോകുന്നത് അല്ലേ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് രാജവാഴ്ചയ്ക്കും സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരെ ഫ്രാൻസിൽ നടന്ന വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. രാജവാഴ്ചയ്ക്കും സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരെ ഫ്രാൻസിൽ നടന്ന വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം അല്ലെ. അപ്പൊ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഏതാണ്, 18ാം നൂറ്റാണ്ടിൽ നടന്ന പ്രശസ്തമായ വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. ഇതൊക്കെ നമ്മൾ ഒരു താളത്തിൽ പഠിച്ചു വെക്കണം കേട്ടോ. കൂട്ടുകാരെന്താ ചെയ്യുക, ആദ്യം ബൈഹാർട്ട് പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, മാഷെ കൂടെ ഒന്ന് കേട്ട് മാഷ് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അങ്ങനെ സാവധാനമാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബൈഹാർട്ടാക്കാം. റെഡിയല്ലേ? രാജവാഴ്ചയ്ക്കും സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരെ ഫ്രാൻസിൽ നടന്ന വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം എന്ന് നമ്മൾ പറയുമ്പോൾ എന്നാണ് 18ാം നൂറ്റാണ്ടിൽ നടന്ന പ്രശസ്തമായ ഒരു വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ നമുക്കറിയാം ഈ ഫ്രഞ്ച് വിപ്ലവത്തെ നമ്മൾ വിളിക്കുന്നത് വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ്. ഇതാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. ഒരിക്കൽ കൂടെ പറയുന്നു, രാജവാഴ്ചയ്ക്കും സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരെ നടന്ന വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം എന്ന് നമ്മൾ പറയുമ്പോൾ 18ാം നൂറ്റാണ്ടിലാണ് നടക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്നാണ് വിപ്ലവങ്ങളുടെ മാതാവ്. അടിവരായിട്ടങ്ങ് പഠിച്ചാൽ വിപ്ലവങ്ങളുടെ മാതാവ്. എന്തുകൊണ്ടാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് വിളിക്കുന്നത് നമുക്ക് അറിയണ്ടേ, അതിനെ കുറിച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് വരാം. നമ്മൾ പറയുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായ ഒരു വിപ്ലവമുണ്ട്. ഏതാണ്? അമേരിക്കൻ വിപ്ലവം. ഇപ്പൊ ചോദിക്കാം, ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായ ഒരു വിപ്ലവമാണ് ഇത് അമേരിക്കൻ വിപ്ലവമാണ്. നമ്മൾ പല കാര്യത്തിനും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല സമരങ്ങൾ, പല വിപ്ലവങ്ങൾ ഇതൊക്കെ നടന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായ വിപ്ലവമാണ് ഇത് അമേരിക്കൻ വിപ്ലവമാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാത്രം കൂട്ടുകാരെ കേട്ടാൽ മതി, ബാക്കിയെല്ലാം മാഷ് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് ഒരു രാജ്യം എന്നാൽ പ്രദേശങ്ങളല്ല ജനങ്ങളാണ് എന്ന് പ്രചരിപ്പിച്ച വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. ഒരു രാജ്യം എന്നാൽ പ്രദേശങ്ങളല്ല ജനങ്ങളാണ് എന്ന് പ്രചരിപ്പിച്ച വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ, ഇനി ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് പറയുന്ന സമയത്ത് മധ്യവർഗത്തിന് ഉയർച്ചയ്ക്ക് കാരണമായ വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ, രാജ്യം എന്നാൽ പ്രദേശങ്ങളല്ല പകരം ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. അതോടൊപ്പം തന്നെ മധ്യവർഗത്തിന് ഉയർച്ചയ്ക്ക് കാരണമായ വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. ഇപ്പൊ കൂട്ടുകാർ മധ്യവർഗം എന്താണെന്നൊക്കെ ഇപ്പൊ പറയുക കേട്ടോ, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കേൾക്കണേ. പിന്നെ നമ്മൾ പറയുന്ന സമയത്ത് യൂറോപ്പിലെ സ്വേച്ഛാധിപത്യത്തിന് തുടക്കം കുറിച്ച വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. ഇതൊക്കെ ഒരു 1 by 1 ആയിട്ട് കേട്ട് വെച്ചാൽ മതി. യൂറോപ്പിലെ സ്വേച്ഛാധിപത്യത്തിന് തുടക്കം കുറിച്ച വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. പിന്നെ നമ്മൾ പറയുന്നു യൂറോപ്പിൽ ഫ്യൂഡലിസം അവസാനിച്ച വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഫ്രഞ്ച് വിപ്ലവം ഇത്രയും കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഏതാണ്? ലോകത്തിലെ പല വിപ്ലവത്തിനും പ്രേരണയായ വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോ മാഷ് നേരത്തെ പറഞ്ഞു എടുത്തിട്ട് പോയിട്ടുണ്ട്. ഏതാണ്? വിപ്ലവങ്ങളുടെ മാതാവ്. ഇപ്പൊ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുമ്പോൾ അടിവരായിട്ട് നമ്മൾ പറയുന്നു ലോകത്തിലെ പല വിപ്ലവത്തിനും പ്രേരണയായി മാറിയ വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ അവിടെ നമ്മൾ എന്ത് പഠിക്കുന്നു? വിപ്ലവങ്ങളുടെ മാതാവ് അർത്ഥവത്താവുന്ന ഒരു വാക്കായി മാറുകയാണ്. റെഡിയല്ലേ? കൂട്ടുകാർക്ക് ഒന്നുകൂടി പറയാം, നല്ല സെറ്റായിട്ട് ഉഷാറായിട്ട് അടിച്ച് പൊളിച്ച് വന്നു കേട്ടോ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. ഓക്കെ, നല്ല രസകരമായിട്ട് ഒഴുക്കിന് പഠിക്കുക കേട്ടോ. അപ്പോൾ രാജവാഴ്ചയ്ക്കും സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരെ ഫ്രാൻസിൽ നടന്ന വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം.
18-ാം നൂറ്റാണ്ട് നടന്ന പ്രശസ്തമായ വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായ വിപ്ലവം ഏതാണ്? അമേരിക്കൻ വിപ്ലവമാണെന്ന് പറയുമ്പോൾ ജനകീയ പരമാധികാരം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം അല്ലേ. കൂടാതെ പറയുന്നതാണ് ഒരു രാജ്യം എന്നാൽ പ്രദേശങ്ങളല്ല ജനങ്ങളാണ് എന്ന് പ്രചരിപ്പിച്ച വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. മധ്യവർഗത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായ വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. പറയുന്ന യൂറോപ്പിലെ സ്വേച്ഛാധിപത്യത്തിന് തുടക്കം കുറിച്ച വിപ്ലവമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. കേട്ടില്ലേ? പറയുന്നു യൂറോപ്പിൽ ഫ്യൂഡലിസം അവസാനിച്ച വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ലോകത്തിലെ പല വിപ്ലവത്തിനും പ്രേരണയായി മാറിയ വിപ്ലവം ഏത് തന്നെയാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ഇത്രയും ഭാഗം കൂട്ടുകാർ റെഡിയല്ലേ? സെറ്റല്ലേ? ഇനി നമുക്ക് കിടക്കാം അടുത്ത ഭാഗത്തേക്ക്. അടുത്ത ഭാഗത്ത് നമ്മൾ കിടക്കുന്ന സമയത്ത് ഫ്രഞ്ച് രാജവംശത്തെ കുറിച്ച് അറിയാം. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് രാജവംശത്തെ കുറിച്ച് അറിയാമെന്ന് പറയുന്ന സമയത്ത് കൂട്ടുകാർക്ക് ഒരു കഥ പറഞ്ഞുതരാം. ഓക്കെ, അത് ഫ്രാൻസിൽ ശ്രദ്ധിക്കണം. പണ്ട് 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 നമ്മൾ പോകുന്നത് 18-ാം നൂറ്റാണ്ടുകളിലൂടെ ഒരു യാത്ര പോവുകയാണ്. 18-ാം നൂറ്റാണ്ടുകളിലൂടെ യാത്ര പോകുന്ന സമയത്ത് പണ്ട് 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 ഫ്രാൻസ് എന്ന രാജ്യത്ത് കുറേ രാജാക്കന്മാരുണ്ടായിരുന്നു. കുറേ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഈ രാജാക്കന്മാരുടെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ രാജാക്കന്മാർ പാരമ്പര്യമായിട്ട് ധൂർത്തന്മാരാണ്. ഓക്കെ, ഈ രാജാക്കന്മാർ പാരമ്പര്യമായിട്ട് ആരാണ്? ധൂർത്തന്മാരാണ്. ഈ രാജാക്കന്മാരുടെ പേരാണെങ്കിലോ നമ്മൾ എണ്ണൽ സംഖ്യയിൽ പഠിക്കുക. എന്താണ്? ലൂയി 14, ലൂയി 15, ലൂയി 16 എന്നിങ്ങനെയാണ് ഇവർ നമ്മൾ വിളിക്കുന്നത്. ലൂയി 14, ലൂയി 15, ലൂയി 16 എന്നിങ്ങനെയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ധൂർത്തരും ഗംഭീര പൊങ്ങച്ചക്കാരാ. ശ്രദ്ധിക്കണേ, പണ്ട് 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 18-ാം നൂറ്റാണ്ടില് ഫ്രാൻസിലെ കുറച്ച് രാജാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നല്ലേ. അപ്പോൾ ലൂയി 14, 15, 16 ഈ രാജാക്കന്മാർക്ക് ധൂർത്തന്മാരും നല്ല ക്ലാസ് നല്ല അടിപൊളി പൊങ്ങച്ചക്കാരാ. ഇതില് ഒരു രാജാവ് പറയുന്നത് എന്താ അറിയോ? ഞാനാണ് രാഷ്ട്രം. മറ്റേ ആള് പറയുന്നത് അറിയോ? എനിക്ക് ശേഷം പ്രളയം. വേറൊരാൾ പറയാ രാജാധികാരം ദൈവദത്തമാണ്. രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ, വേറെ ആർക്കും അധികാരമില്ല എന്ന്. നിങ്ങൾ നോക്കണേ, ഈ മൂന്നാൾ ഇങ്ങനത്തെ ആൾക്കാരായിപ്പോയി. ലൂയി 14, 15, 16 അല്ലേ? ഒരാൾ പറയുന്നത് ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നു, മറ്റേ ആൾ പറയുന്നത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നു, പിന്നെ പറയുന്നതാണ് രാജാധികാരം ദൈവദത്തമാണെന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഇവരൊക്കെ ധൂർത്തന്മാരാണെങ്കിൽ ഇവർ കെട്ടിക്കൊണ്ടുവന്ന് പെണ്ണുങ്ങൾ എന്താക്കണോ? ഏകദേശം ഒരു നല്ല സ്വഭാവമുള്ള ആൾക്കാരായിരിക്കണ്ടേ. എന്നാൽ നിങ്ങൾ കേട്ടോളി, ഇതാണ് അതിലും വലിയ ബഗിട. എന്നാണ് ഒടുക്കത്ത പെരാന്തയിന്. ഇതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, പുറകത്തുമ്പോൾ മായ വെട്ടുക എന്നറിയുന്നില്ല, അങ്ങനത്തെ കൂട്ടത്തിലുള്ളതാ. ആ പെണ്ണുങ്ങളുടെ പേരാണ് മേരി അന്റോയിനറ്റ്. എന്താ സംഭവം എന്ന് പറയുന്നത്? ഒടുക്കത്തെ പെരാന്നറ പൊന്നിനോട് ആർത്തി, പണത്തിനോട് ആർത്തി ഒക്കെ കൂടിയാണ് പെണ്ണുങ്ങളും. ഓക്കെ, അങ്ങനെ ഇവരൊക്കെ കൂടി ഒരു നാടിനെ ഭരിച്ചുണ്ടാക്കി ഒന്നും അല്ലാണ്ട് അങ്ങായിക്കളഞ്ഞു. ഒന്നും അല്ലാണ്ട് അങ്ങാക്കി എന്ന് പറഞ്ഞാൽ നാടിന് എന്തുണ്ടായി? സാമ്പത്തികമായ പ്രതിസന്ധി, അങ്ങേരത്തെ പ്രതിസന്ധി. ഈ പ്രതിസന്ധിക്ക് നേരിട്ട് ജനങ്ങൾ എങ്ങനെ നട്ടപ്രാന്ത് കിട്ടി ഓടുന്ന സമയത്ത് ഈ പെണ്ണുങ്ങൾ, മേരി അന്റോയിനറ്റ് എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ പറയുക എന്താണെന്നറിയാവോ? എന്താണ്? എനിക്കൊരു നെക്ലേസ് വേണമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, നാട്ടിൽ സാമ്പത്തികമായിട്ട് ജനങ്ങൾ അങ്ങനെ പ്രാന്ത് കിട്ടി അന്നേരം ഒരു പെണ്ണുങ്ങൾ പറയാ എന്താണ്, രാജ്ഞി പറയാ എന്താണ്, എനിക്കൊരു നെക്ലേസ് വേണമെന്ന്. അതെങ്ങനത്തെ ലോക്കൽ ഇമ്മളിടുന്ന നെക്ലേസ് ഒന്നല്ല, നല്ല ഡയമണ്ടിന്റെ നെക്ലേസ് വേണമെന്ന്. ഈ നിങ്ങളൊരു കാര്യമല്ലോ ചോക്കണം, ഡയമണ്ടിന്റെ നെക്ലേസ് വേണമെന്ന് രാജാവിനോട് പറഞ്ഞു കഴിഞ്ഞ് ഇത് വാങ്ങിക്കൊടുത്തിക്കല്ലേ വലിയ ബുദ്ധിമുട്ടല്ലേ? വലിയ ബുദ്ധി. രാജാവിനവിടെ കിടന്നുറങ്ങാൻ പറ്റുമോ? അങ്ങനെ രാജാവ് രക്ഷയില്ലാണ്ടെന്ന് വാങ്ങിക്കൊടുത്ത് പെണ്ണുക്ക് ഒരു നെക്ലേസ് വാങ്ങിക്കൊടുത്തു. എന്തിന്റെ നെക്ലേസ് എന്ന് ഓർക്കണം, എന്താണ്? ഡയമണ്ട്. ഈ ഡയമണ്ടിന്റെ നെക്ലേസ് വാങ്ങിക്കൊടുത്ത് ആ സമയത്ത് നമ്മളെ രാജകൊട്ടാരത്തൊരു ചങ്ങായിട്ട് രോഹൻ എന്ന പേര്, ഈ രോഹൻ എന്നറിയപ്പെടുന്ന ഒരു പുരോഹിത രാജാവിനോട് പറഞ്ഞു, രാജാവ് നിങ്ങൾ വേണ്ട പണിയെടുക്കണോ, നാട്ടിൽ ദാരിദ്ര്യാന്ന് ഇത് വാങ്ങിക്കൊടുത്ത വലിയ പ്രശ്നമാകി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹന്റെ വാക്ക് ചെവിക്കൊണ്ടില്ല. അങ്ങനെ രോഹൻ ഗംഭീര കച്ചറ ഉണ്ടാക്കി. ഇപ്പൊ രോഹന്റെ ഈ എതിർപ്പ് ആടുള്ള ജനങ്ങളും ഏറ്റുപിടിച്ച് ജനങ്ങൾ എന്താക്കിയെന്നറിയോ? ജനങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നടപടിയെടുപ്പ് ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ലേ? അങ്ങനത്തെ ജനങ്ങൾ കയറി ഗംഭീര ലഹള ഉണ്ടാക്കിക്കളഞ്ഞ് ഗംഭീര പ്രശ്നമായിപ്പോയിന്ന്. അങ്ങനെ ഈ വിപ്ലവത്തിന് തുടക്കം കുറിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ധൂർത്താണ് ഈ വിപ്ലവത്തിനൊക്കെ കാരണമായത്. ഓക്കെ, ഒരു അടിത്തറയില്ലാത്തൊരു ഭരണമാണ് വിപ്ലവത്തിന് കാരണമായത്. ഇനി പെണ്ണുങ്ങളെ പറ്റി വേറൊരു കാര്യം പറഞ്ഞാൽ, മേരി അന്റോയിനറ്റിനെ കുറിച്ച് രാജ്യത്ത് റേഷൻ ഇല്ലാണ്ട് അങ്ങനെ ജനങ്ങളങ്ങനെ എന്താ പറയുക, ഭക്ഷണം ഇല്ലാണ്ട് കുത്തിരിക്കുക. ആ സമയത്ത് സ്ത്രീകൾ തെരുവിലിറങ്ങി. എന്തിന്? റൊട്ടിക്ക് വേണ്ടി തെരുവിലിറങ്ങി.
റൊട്ടി എന്ന് പറഞ്ഞാൽ റേഷൻ എന്നാ പറയാടാ. ഓക്കെ, ഈ റൊട്ടിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ സമയത്ത് ഈ മേരി അന്റോയിനറ്റ് പറയാ, എന്താണ്, നിങ്ങൾക്ക് എന്താ കേക്ക് തിന്നൂടെ? നിങ്ങളൊന്ന് ആലോചിക്കണോ, ഒരു നേരത്തെ റൊട്ടി കഴിക്കാൻ പൈസ ഇല്ലാണ്ട് ഇവർ തെരുവിലിറങ്ങിയപ്പോൾ ചോദിച്ചെന്താണ്, നിങ്ങൾക്ക് എന്താണ് കേക്ക് തിന്നൂടെ എന്ന്. നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ പോയ പോക്ക്. അപ്പോൾ മാഷ് പറഞ്ഞ കുറച്ച് ആൾക്കാരെ പേര് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞാട്ടെ. ആരൊക്കെയാണ് ഈ രാജാവ്? ആരൊക്കെയാണ്? ലൂയി 14, 15, 16. ഈ രാജാക്കന്മാരൊക്കെ വലിയ പവറായിട്ട് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? ഞാനാണ് രാഷ്ട്രം. മറ്റയാൾ പറഞ്ഞെന്താ? എനിക്ക് ശേഷം പ്രളയം. പിന്നെ പറഞ്ഞെന്താണ്? രാജാധികാരം ദൈവദത്തമാണെന്നല്ലേ. ഇവരെ ഭാര്യന്റെ പേര് 16-ാമന്റെ മേരി അന്റോയിനറ്റ്. മേരി അന്റോയിനറ്റ് എന്ത് വേണമെന്നാ പറഞ്ഞത്? ഡയമണ്ട് അല്ലേ? ഡയമണ്ടിന് എന്ത്? നെക്ലൈസ് അല്ലേ? അപ്പൊ ഇവര് തെരുവിലിറങ്ങിയ സമയത്ത് ആടല്ല സ്ത്രീകളോട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്തിനാ റൊട്ടി പകരം കേക്ക് തിന്നൂടെ എന്ന് അല്ലേ? ഇപ്പൊ ഇത്രയും കാര്യം കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ ഇത്രയുള്ളോട് ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞ് ഫിനിഷ്. കിതാബൊക്കെ മടക്കിക്കോളി. എന്താ പിടിച്ചോ? ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് ഭരിച്ച രാജവംശമാണ് ഏത്? ബൂർബൽ രാജവംശം. ഓക്കെ, ബൂർബൽ രാജവംശത്തിലെ ഭരണാധികാരികളാണ് ഇവർ കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം, ഫ്രാൻസ് ഭരണം നിയന്ത്രിച്ചിരുന്ന അധികാര കേന്ദ്രം ഏതാണ്? വേഴ്സായി ഭവനമാണ്. ഓക്കെ, ബൂർബൽ രാജവംശമാണ് ഫ്രഞ്ച് ഭരിച്ചത്. ഫ്രാൻസ് ഭരണം നിയന്ത്രിച്ചിരുന്ന അധികാര കേന്ദ്രം ഏതാണ്? വേഴ്സായി ഭവനാണ്. ഈ വേഴ്സായി ഭവനം പണിതതാരാണ്? ലൂയി 14-ാമനാണ്. അപ്പൊ നമ്മൾ ആ ചെറിയൊരു സ്റ്റോറി രസകരമാക്കി മാഷ് പറഞ്ഞ സ്റ്റോറിയിൽ ലൂയി 14-ാമനെത്തി. എന്നാൽ ഇവരാരൊക്കെയാണ്? ലൂയി 14, ലൂയി 15, ലൂയി 16. കിട്ടിയോ? കിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ടാവും ആ ചെറിയൊരു സ്റ്റോറിയിലൂടെ. ലൂയി 14, ലൂയി 15, ലൂയി 16 അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഏതാണ്? ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ആരാണ്? ലൂയി 14-ാമൻ. ഇപ്പൊ രസമുണ്ട് പഠിക്കാൻ ഇല്ലേ? ആ സ്റ്റോറി അതും കേട്ടുവെച്ചോണ്ട് എന്തൊരു സുഖമുണ്ട് പഠിക്കാൻ. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ആരാണ്? ലൂയി 14-ാമനാണ്. എന്നാൽ ശ്രദ്ധിച്ചോ, ഏതാണ്? രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നാ പറഞ്ഞത്. റെഡിയല്ലേ? എന്നാൽ ശ്രദ്ധിച്ചോളൂ, ഏതാണ്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞതാരാണ്? ലൂയി 15-ാമനാണ്. അപ്പോൾ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? എന്നാൽ ഇവിടെ പറയുന്നതാണ്, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ചക്രവർത്തി ആരാണ്? ലൂയി 15-ാമനാണ്. റെഡിയല്ലേ? ഇനിയപ്പോ ഇത്രയും കാര്യം കിട്ടിയല്ലോ. ഫ്രഞ്ച് ഭരിച്ച രാജവംശമാണ് ഇത് ബൂർബൽ രാജവംശമാണ്. ഫ്രാൻസിൽ ഭരണം നിയന്ത്രിച്ച അധികാര കേന്ദ്രം ഏതാണ്? വേഴ്സായി ഭവനാണ്. വേഴ്സായി ഭവനം പണികഴിപ്പിച്ചാരാണ്? ലൂയി 14-ാമനാണ്. ലൂയി 14, ലൂയി 15, ലൂയി 16 അല്ലേ? ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ചക്രവർത്തി ആരാണ്? ലൂയി 14-ാമനാണ്. രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ചക്രവർത്തി ആരാണ്? ലൂയി 15-ാമനാണ്. ഇനിതാ നമ്മൾ കിടക്കുന്ന സമയത്ത് ഏതാണ്? ലൂയി 16-ാമൻ. ലൂയി 16-ാമനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ആരാണ്? ലൂയി 16-ാമനാണ്. പറഞ്ഞില്ലേ? ലൂയി 16-ാമന്റെ ഭാര്യനെ പറ്റി ഇപ്പൊ പറഞ്ഞില്ലേ? ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ആരാണ്? ലൂയി 16-ാമനാണ്. ഫ്രഞ്ച് വിപ്ലവകാരികളാൽ കൊല്ലപ്പെട്ട ഭരണാധികാരി ആരാണ്? ലൂയി 16-ാമനാണ്. കൂടാതെ നമ്മൾ പറയുന്നു ഭാര്യ മേരി അന്റോയിനറ്റ്. ഭാര്യ മേരി അന്റോയിനറ്റ് ആണ് ഭാര്യ. എന്നാ ശ്രദ്ധിച്ചോളൂ, ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ കംപ്ലീറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. കാരണം ലൂയി 16-ാമനാണ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ആരാണ്? ലൂയി 16-ാമനാണ്. ലൂയി 16-ാമനാണ് വിപ്ലവപരമായി കൊല്ലപ്പെട്ട ഭരണാധികാരിയാണ് ലൂയി 16-ാമനാണ്. ലൂയി 16-ാമന്റെ ഭാര്യ ആരാണ്? മേരി അന്റോയിനറ്റ് ആണ് ഭാര്യ. ഇത്രയും കാര്യം റെഡിയല്ലേ? ഇത്രയും റെഡി ആണെങ്കിൽ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഡയമണ്ട് നെക്ലേസ് വിവാദത്തിലേക്കാണ്. അപ്പൊ നമ്മൾ കിടക്കുന്ന ഏതാണ്? ഡയമണ്ട് നെക്ലേസ് വിവാദം അല്ലെ? പറഞ്ഞു, രാജ്യത്ത് ഗംഭീര സംഭവം ഉണ്ടാകുന്ന സമയത്ത്, ഈ ദാരിദ്ര്യം ഉണ്ടാകുന്ന സമയത്താണ് മേരി ആന്റോയിനറ്റ് ലൂയി 16-ാമനോട് എന്ത് പറയുന്നത്? ഒരു നെക്ലേസ് വേണമെന്ന് പറയുന്നത് അല്ലേ? ഇതാ പിടിച്ചോ. രാജ്യത്ത് സാമ്പത്തിക സ്ഥിതി രൂക്ഷമായ സമയത്ത് ഒരു വൈര്യപ്പതക്കം വേണമെന്ന് ഭാര്യ ആവശ്യപ്പെടുന്നു. ഓക്കെ, കേട്ടാ മതി, ഒരു കഥ പോലെ കേട്ടാ മതി. ഓക്കെ, എന്നാൽ രാജാവ് ഈ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നു. പുരോഹിതനായ രോഹൻ, ഞാൻ നേരത്തെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, പുരോഹിതനായ രോഹൻ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ജനങ്ങളിൽ അത് ചർച്ചയാവുകയും ചെയ്യുന്നു. അപ്പോ രാജാവിന്റെ ദൂരത്തിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുകയും അത് യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു. രസകരമായ രീതിയിൽ നേരത്തെ പറഞ്ഞു തന്നില്ലേ? റെഡിയല്ലേ?
എന്നാൽ ഒരിക്കൽ കൂടെ പറഞ്ഞു, രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി രൂക്ഷമായ സമയത്ത് ഒരു വൈര്യപ്പതക്കം വേണമെന്ന് ആ ഭാര്യ ആവശ്യപ്പെടുന്നു. എന്നാൽ രാജാവ് ഈ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നു. പുരോഹിതനായ രോഹൻ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അത് ജനങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യുന്നു. രാജാവിന്റെ ദൂർത്തിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുകയും അത് വിപ്ലവത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശ്രദ്ധിച്ചുള്ള അടുത്ത പോയിന്റ് കിടക്കുന്ന സമയത്ത് ദാരിദ്ര്യം രൂക്ഷമായപ്പോൾ ജനങ്ങൾ റേഷന് വേണ്ടി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. ആ സമയത്ത് പറഞ്ഞൊരു വാക്കെന്താണ്? റൊട്ടിക്ക് പകരം നിങ്ങൾക്ക് കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? മേരി ആന്റോയിനറ്റ് ആണ്. ഇടയില്ലേ, ഇപ്പൊ നേരത്തെ ഒരു രസകരമായ രീതിയിൽ ഒരു ഒഴുക്കനോടുകൂടി നല്ല നാടൻ ഭാഷയിലാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ നമ്മുടെ ക്ലാസ്സുകൾ ചിലപ്പം പുറത്തുള്ള ആളുകളൊക്കെ കേൾക്കുമ്പോൾ സമയത്ത് ഇങ്ങനെ ചിന്തിക്കും, ഇയാളെന്താണ് ഒരു ലോക്കൽ ലാംഗ്വേജിലൊക്കെ പറയുന്നതെന്ന്. നമ്മുടെ ലാംഗ്വേജിനല്ല ഇവിടുത്തെ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്നു എന്ന് മാത്രം, അത് നിങ്ങൾക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിൽ സാധാരണക്കാരനായ ഒരാൾ പറയുന്നത് പോലെ മാഷ് പറഞ്ഞിരുന്നത്. റെഡിയല്ലേ? ഇപ്പൊ ഒന്നുകൂടെ പറയാം. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി രൂക്ഷമായ സമയത്ത് ഒരു വൈര്യപ്പതക്കം വേണമെന്ന് ഭാര്യ ആവശ്യപ്പെടുന്നു. എന്നാൽ രാജാവ് ഈ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നു. പുരോഹിതനായ രോഹൻ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അത് ജനങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യുന്നു. രാജാവിന്റെ ദൂർത്തിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുന്നു. അത് യുദ്ധത്തിൽ കലാശിക്കുന്നു. ഇതാണ് ഡയമണ്ട് നെക്ലേസ് വിവാദം. എന്നാൽ ദാരിദ്ര്യം രൂക്ഷമായപ്പോൾ ജനങ്ങൾ റേഷന് വേണ്ടി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. റൊട്ടിക്ക് പകരം നിങ്ങൾക്ക് കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞു വരുന്ന ആരാണ്? മേരി ആന്റോയിനറ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. സാമൂഹിക വ്യവസ്ഥിതി. ഈ സാമൂഹിക വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ അത് ഗംഭീര സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിറ്റാണത്. ഇപ്പൊ രാജ്യത്തെ ജനങ്ങൾ എന്താക്കി വെച്ചാൽ മൂന്നാക്കി തിരിച്ചാൽ, മൂന്നായി തിരിച്ചതിന്റെ പേര് വെക്കണമെങ്കിൽ ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ്. ഈ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒന്നാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജാവൊക്കെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആളുകളായിരിക്കും അല്ലേ. ഓരോ ഈ പുരോഹിതന്മാർ, ഈ പുരോഹിതന്മാരൊക്കെ അറിയാലോ, ഈ ദൈവികമായ കാര്യത്തിലൊക്കെ ഗംഭീര സംഭവമായിരിക്കും അവരുണ്ടാകുക. അതാണ് എന്താ പറയുക ഒന്നാം എസ്റ്റേറ്റ് കാണുന്നത്. രണ്ടാം എസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഏറ്റവും നിന്ന് താത്തിപ്പിടിക്കുക ആരാണ്? പ്രഭുക്കന്മാരാണ്. രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണ്. മൂന്നാം എസ്റ്റേറ്റിൽ മധ്യവർത്തികളാണ്. മധ്യവർത്തികൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ കർഷകരുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാകുന്നത്. റെഡിയല്ലേ? ഈ ഒന്നാം എസ്റ്റേറ്റ് രണ്ടാം എസ്റ്റേറ്റ് പൊതുവെ ഒരു പ്രത്യേകത എന്താണ്? ശരീരം നനങ്ങാണ്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകളാണ് ഏത്? ഈ ഒന്നും രണ്ട് എസ്റ്റേറ്റിലെ ആളുകൾ. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും മൂന്നാം എസ്റ്റേറ്റുകാരുടെ പ്രശ്നം ഉണ്ടാക്കി. ഇത്തരം പ്രശ്നങ്ങളും വിപ്ലവത്തിൽ കലാശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. സാമൂഹ്യ വ്യവസ്ഥിതിയിൽ തിരിച്ചാൽ ശ്രദ്ധിക്കണം. 3 എസ്റ്റേറ്റുകളാക്കി തിരിച്ചു. ഓക്കെ, ശ്രദ്ധിക്കണം. പുരോഹിതർ 1, 2 പ്രഭുക്കന്മാർ, 3 ആരാണ്? മധ്യവർത്തികൾ. കോമൺസ് എന്നാ പറയാം. 1 പുരോഹിതര്, 2 പ്രഭുക്കന്മാര്, 3 മധ്യവർത്തികൾ. അപ്പോൾ ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതരാണ്, രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണ്, മൂന്നാം എസ്റ്റേറ്റിൽ മധ്യവർത്തികൾ. മധ്യവർത്തികൾ നമ്മൾ കോമൺസ് എന്നാണ് പറയാം. ശ്രദ്ധിക്കണം. പുരോഹിതന്മാർ പ്രാർത്ഥിക്കുകയും പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യുകയും കർഷകർ നികുതി അടയ്ക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പം എന്തായി അല്ലേ? നേരത്തെ പറഞ്ഞ സെയിം സംഭവമാണിത്. പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യും, കർഷകർ എന്ത് ചെയ്യും? നികുതി അടയ്ക്കും എന്ന ആപ്തവാക്യം സാമൂഹ്യ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരുന്നു. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കണേ. 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചത്. 1 പുരോഹിതർ, ഒന്നാം എസ്റ്റേറ്റ് പുരോഹിതർ, രണ്ടാം എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ, മൂന്നാം എസ്റ്റേറ്റ് മധ്യവർത്തികൾ, അല്ലെങ്കിൽ കോമൺസ് എന്നാ പറയാ. ഇതിനെല്ലാം കൂടി ഒരു മുദ്രാവാക്യം പറഞ്ഞു വരും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ജനങ്ങൾ എന്താ കയ്യിലെടുക്കുന്ന ഒരു മുദ്രാവാക്യ പറഞ്ഞെന്താണ്? പുരോഹിതന്മാർ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയാണല്ലോ ഏറ്റവും വലുത്. പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യും. ഓർക്ക് രണ്ടാക്കും കൊടുത്തേ പണി. പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യും, കർഷകർ നികുതി അടയ്ക്കും എന്ന ആപ്തവാക്യം സാമൂഹിക വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റെഡിയില്ലേ? അപ്പോൾ ഇതിന്റെ സാമൂഹിക വ്യവസ്ഥിതിയുടെ ഘടന നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അതിൽ ഒന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് പുരോഹിതന്മാർ. ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാരുണ്ടായിരുന്നത് ധാരാളം ഭൂപ്രദേശങ്ങൾ കൈവശം വെച്ചിരുന്ന ആളുകളാണ് ആര്? പുരോഹിതന്മാർ. പറയുന്നു, കർഷകരിൽ നിന്ന് നികുതി പിരിച്ചു. തിഥേ എന്ന പേരിലാണ് ഈ നികുതി അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കണം. പുരോഹിതന്മാർ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്ന ആളുകളാണ്. ഇവരുടെ ഭൂമിയിലാണ് കർഷകരിൽ നിന്ന് കൃഷി ചെയ്യുന്നത്. ഈ കർഷകരിൽ നിന്നും ഇവർ നികുതി പിരിച്ചു. ആ പിരിച്ച നികുതിയുടെ പേരാണ് തിഥേ. കണ്ടോ, ഒരു ഡാൻസിന്റെ സ്റ്റെപ്പ് ഉണ്ട്, തിഥേ. ശ്രദ്ധിക്കണം. പുരോഹിതന്മാർ ധാരാളം ഭൂപ്രദേശങ്ങൾ കൈവശം വെച്ചിരുന്ന ആളുകളാണ് പുരോഹിതന്മാർ. കർഷകരിൽ നിന്ന് നികുതി പിരിച്ച നികുതിയുടെ പേരാണ്
തിഥൈ എന്നാണ് നികുതിയുടെ പേര് അല്ലേ? ശ്രദ്ധിച്ചോ, എല്ലാതരം നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. ഈ പുരോഹിതന്മാര് എല്ലാതരം നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആളുകളാണ് ആര്? ഭരണത്തിലും സൈന്യത്തിലും ഉയർന്ന പദവി വഹിച്ചിരുന്ന ആളുകളാണ് ആര്? ഈ പുരോഹിതന്മാർ. റെഡിയല്ലേ? ശ്രദ്ധിക്കണം, ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു, കർഷകരിൽ നിന്ന് നികുതി പിരിച്ചു. തിഥൈ എന്നറിയപ്പെടുന്ന നികുതിയാണ്. എല്ലാതരം നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ഭരണത്തിലും സൈന്യത്തിലും ഉയർന്ന പദവി ലഭിച്ചിരിക്കുന്ന ആളുകളാണ് ആര്? ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ. ഇതാണ് ഒന്നാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് തിഥൈ. ശ്രദ്ധിക്കണം, പുരോഹിതന്മാർക്ക് കർഷകർ നൽകിയിരുന്ന നികുതിയുടെ പേരാണ് ഇത് തിഥൈ എന്ന നികുതി. ഏതാണ്? തിഥൈ എന്ന നികുതി. അപ്പൊ ഇനി നമുക്ക് കിടക്കാം ഏതാണ്? രണ്ടാം എസ്റ്റേറ്റ്. ഏതാണ്? രണ്ടാം എസ്റ്റേറ്റിലേക്ക്. ഈ രണ്ടാം എസ്റ്റേറ്റിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണ്. ഈ പ്രഭുക്കന്മാർ നേരത്തെ പുരോഹിതന്മാരെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാ. എന്താണ്? ധാരാളം ഭൂപ്രദേശം ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, ഏതാണ്? ഈ ഭൂമി, ഈ കർഷകർക്ക് കൃഷി ചെയ്യണതിൽ എന്ത് വേണോ? ഭൂമി വേണം, നിർബന്ധമല്ലേ? അപ്പൊ ഈ ഭൂമിയൊക്കെ ഇവർ വെട്ടിപ്പിടിച്ച് ഇവരെ കൈവശം വെച്ചിരുന്നാലും കർഷകർ ഇവർ ഭൂമിയിലല്ലേ കൃഷി ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് ഇവർക്ക് എന്ത് ചെയ്യാം? നികുതി ഈടാക്കാം. റെഡിയല്ലേ? അപ്പൊ ധാരാളം ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്. ഏതാണ്? സൈനിക സേവനം നടത്തിയ ആളുകളാണ്. പ്രധാനമായും സൈനിക സേവനമായിരുന്നു ഇവർ നടത്തി വന്നത്. എന്നാൽ ശ്രദ്ധിക്കണം, വേതനം നൽകാതെ കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചു, തങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിച്ചു. കണ്ടോ? വേതനം കൊടുക്കാതെ കർഷകര്, കാരണം ഞാൻ മാഷ് പറഞ്ഞു ഒരുപാട് ഭൂമിയുണ്ട് ഇവർക്ക്. അപ്പൊ കർഷകർക്ക് എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം. ഇവർ ഭൂമിയുണ്ട്, ഈ ഭൂമിയിൽ കൃഷി ചെയ്യുന്നു. പക്ഷെ കർഷകർക്ക് എന്ത് കൊടുത്തിട്ടില്ല? വേതനം കൊടുത്തിട്ടില്ല. അങ്ങനെ ധാരാളം സമ്പാദ്യം വർദ്ധിപ്പിച്ച ആളുകളാണ് ആര്? പ്രഭുക്കന്മാർ. പറയുന്നു, കർഷകരിൽ നിന്നും നികുതി പിരിച്ചു ആര്? പ്രഭുക്കന്മാർ. ഇവര് സുഖകരമായ ആഡംബര ജീവിതം നയിച്ച ആളുകളാണ് ആര്? പ്രഭുക്കന്മാർ. ഒന്നുകൂടെ പറയും അല്ലേ? പ്രഭുക്കന്മാർ. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ കേട്ടോ. ഇതിനുള്ളിലുള്ള കുറച്ച് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. രണ്ടാം എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. ധാരാളം ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. സൈനിക സേവനം നടത്തിയതാണ് ഇവര്. അപ്പൊ ഇവര് വേതനം നൽകാതെ കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചു, തങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിച്ചു. പറയുന്നു, കർഷകരിൽ നിന്ന് നികുതി പിരിച്ചു, സുഖകരമായ ആഡംബര ജീവിതം നയിച്ച ആളുകളാണ് ആര്? രണ്ടാം എസ്റ്റേറ്റുകൾ. ഇനി നമ്മൾ പറയുന്നു രണ്ടാം എസ്റ്റേറ്റ് കഴിയുമ്പോൾ അടുത്ത മൂന്നാം എസ്റ്റേറ്റ്. മൂന്നാം എസ്റ്റേറ്റ് മധ്യവർത്തികൾ, കോമൺസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കോമൺസ് പറയും. കോമൺസ് ചോദിച്ചിട്ടുണ്ട് പരീക്ഷ കേട്ടോ. കോമൺസ് എന്നറിയപ്പെടുന്നതാണ് മധ്യവർത്തികൾ. മൂന്നാം എസ്റ്റേറ്റിൽ പെടുന്ന ആളുകളാണ് ഇവര്. കർഷകരുണ്ട്, അഭിഭാഷകരുണ്ട്, അതുപോലെ തന്നെ ബാങ്കർമാരുണ്ട്, അധ്യാപകന്മാരുണ്ട്, വ്യവസായ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം, ഇവരാരൊക്കെയാണ്? കർഷകര്, അഭിഭാഷകര്, അധ്യാപകര്, ബാങ്കർമാര്, വാണിജ്യ വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, പിന്നെ സാധാരണക്കാരും. ഇവരടങ്ങിയതായിരുന്നു ഏത്? നമ്മുടെ മൂന്നാം എസ്റ്റേറ്റ്, മധ്യവർത്തികൾ. ഇനി പറയുന്നു, മധ്യവർത്തികളെ ബൂർഷ്വാസി എന്നാണ് വിളിച്ചത്. ഈ ബൂർഷ എന്നറിയപ്പെടുന്ന നഗരവാസികൾ എന്നറിയപ്പെടുന്ന പേർഷ്യൻ പദത്തിൽ നിന്നാണ് ബൂർഷ എന്ന വാക്ക് ഉൾക്കൊണ്ടത്. ഓക്കെ, ബൂർഷ എന്നാണ് ഇവരെ വിശേഷിപ്പിച്ചിരുന്നത്. ശ്രദ്ധിച്ചാൽ മതി. വാണിജ്യ, വ്യവസായ, പണമിടപാട് എന്നിവയിലുണ്ടായ പുരോഗതി ഫ്രാൻസിൽ നഗരങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി. ഇപ്പൊ നഗരവാസികൾ എന്നറിയപ്പെടുന്നവരെയാണ് ബൂർഷ്വാസി എന്ന് വിളിച്ചിരുന്നത്. ശ്രദ്ധിക്കണം, വാണിജ്യ, വ്യവസായ, പണമിടപാട് എന്നിവയിലുണ്ടായ പുരോഗതി ഫ്രാൻസിൽ നഗരങ്ങളുടെ ആവിർഭാവത്തിന് കാരണമാവുന്നു. ശ്രദ്ധിക്കണം, ഫ്രാൻസിൽ വിദ്യാസമ്പന്നരായ മധ്യവർഗം ഉയർന്നു വന്നു. വിദ്യാസമ്പന്നരായ മധ്യവർഗം ഫ്രാൻസിൽ ഉയർന്നു വന്നു. ഇതാർക്ക് ഭീഷണിയായി? ഒന്നും രണ്ടും എസ്റ്റേറ്റിലെ ആളുകൾക്ക് ഇത് ഭീഷണിയായി. കണ്ടോ? വിദ്യാസമ്പന്ന ആളുകൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ചോദ്യം ചെയ്യൽപ്പെടലുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത്തരം നടപടികളിലൊക്കെ നമ്മളിവിടെ കടക്കാൻ പോവാണ്. ശ്രദ്ധിച്ചാൽ മതി. ഭരണഘടനാപരമായ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കി ഇവരെന്ത് ചെയ്യുന്നു? ഫ്രാൻസിനെ വിപ്ലവത്തിലേക്ക് നയിക്കുന്നു. പറഞ്ഞിട്ടില്ലേ, വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ടാകുമ്പോൾ പല മേഖലകളിലും ചോദ്യം ചെയ്യപ്പെടും. ഭരണഘടനാമായ ആവശ്യങ്ങൾ അവർക്ക് വേണ്ടി വരും. ഇത് കിട്ടില്ല എന്ന് തോന്നി അവരെന്ത് ചെയ്യുന്നു? ഫ്രാൻസിൽ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ് അവിടെ ഫ്രാൻസിൽ. അപ്പൊ നമ്മൾ ഒന്നാം എസ്റ്റേറ്റ് പറഞ്ഞു, രണ്ടാം എസ്റ്റേറ്റ് പറഞ്ഞു, മൂന്നാം എസ്റ്റേറ്റ് പറഞ്ഞു. ഒന്നാം എസ്റ്റേറ്റിൽ ആരാണുള്ളതെന്ന്? പുരോഹിതന്മാർ. രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ. മൂന്നാം എസ്റ്റേറ്റിൽ മധ്യവർത്തികൾ എന്നറിയപ്പെടുന്ന കോമൺസ്. കണ്ടോ? ഇത്രയും കാര്യം സെറ്റല്ലേ?
റെഡിയല്ലേ? എന്തെങ്കിലും എന്താ പറയുക ചടപ്പുകളൊക്കെ വരുന്നുണ്ടോ? ക്ലാസ് കേട്ടിട്ട് ശ്രദ്ധിക്കണം. നല്ല ലെങ്ത് ഉള്ള ക്ലാസ്സുകളാണ്, നല്ല ലെങ്ത് ഉള്ള ക്ലാസ്സാണ്. നിർബന്ധമായിട്ട് കേട്ട് 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 പഠിച്ചെടുക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 1, 2, 3 പ്രാവശ്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കണം കേട്ടോ. ഓക്കെ, റെഡി, സെറ്റല്ലേ? നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് കിടക്കല്ലേ? ഈ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്ന സമയത്ത് പ്രധാന നികുതികൾ. ഈ നികുതികളാണല്ലോ പ്രധാനമായിട്ടും പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നത്, അല്ലെ? ഈ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്. അപ്പൊ പ്രധാന നികുതികളിലേക്ക് കടക്കുന്നു. ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും, ഉറപ്പാണ്, പഠിച്ചു വെക്കണം. ഒന്ന്, ബെനാലൈറ്റ്. ബെനാലൈറ്റ് എന്നറിയപ്പെടുന്നത് റൊട്ടിക്ക് മേലുണ്ടായിരുന്ന നികുതിയാണ്. ബെനാലൈറ്റ് എന്നറിയപ്പെടുന്ന റൊട്ടിക്ക് മേലുണ്ടായിരുന്ന നികുതിയാണ് ഇത് ബെനാലൈറ്റ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തത് ബെനാവിൽ. ബെനാവിൽ എന്ന് പറഞ്ഞാൽ മദ്യത്തിന് നൽകിയിരുന്ന നികുതിയാണ്. ഈ മദ്യം എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഈ മുന്തിരി, പൈനാപ്പിൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇട്ട് അന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇതാണ് ഇത് മദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം മദ്യത്തിന് മുകളിൽ എന്തുണ്ടായി? നികുതി ഏർപ്പെടുത്തി. ബെനാവിൽ റൊട്ടി, നമ്മുടെ ബെനാലൈറ്റ് എന്ന് പറയുന്നത് റൊട്ടിയാണ്. നമ്മുടെ റൊട്ടി എന്ന് പറയുന്ന റേഷനാണ്, പറഞ്ഞില്ലേ? അപ്പൊ റേഷന് മേലെ നികുതി ഏർപ്പെടുത്തിയത് ഏതാണ്? ബെനാലൈറ്റ് ആണ്. മദ്യത്തിന് മേലെ നികുതി ഏർപ്പെടുത്തിയതാണ് ബെനാവിലാണ്. ഇനി അടുത്ത നമ്മൾ കടക്കുന്നത് ഏതാണ്? പിയേജസ്. പിയേജസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് നൽകിയ ഉയർന്ന നികുതിയാണിത് പിയേജസ്. ഓക്കെ, ഗവൺമെന്റ് നൽകിയ ഉയർന്ന നികുതിയാണിത് പിയേജസ് എന്നാണ് പറയാ. ഇനി അടുത്ത് നടക്കുന്നത് തിഥൈ. തിഥൈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പുരോഹിതന്മാർക്ക് കൊടുത്ത നികുതിയാണ് ഇത് തിഥൈ. പറയുന്ന അടുത്തത് തൈലൈ. തൈലൈ എന്ന് പറഞ്ഞാൽ 3ാം എസ്റ്റേറ്റിലെ ആളുകൾ ഗവൺമെന്റ് നൽകിയ നികുതിയാണ് ഇത് തൈലൈ. തിഥൈ, തൈലൈ മാറിപ്പോരുത്. തിഥൈ പുരോഹിതന്മാർക്ക് കൊടുത്ത നികുതിയാണ് ഇത് തിഥൈ. തൈലൈ 3ാം എസ്റ്റേറ്റിലെ ആളുകൾ ഗവൺമെന്റ് നൽകിയ നികുതിയാണ് ഇത് തൈലൈ. പിന്നെ വരുന്നു ഗബല്ലൈ. ഗബല്ലൈ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നൽകിയ ഉപ്പ് നികുതിയാണ് ഇത് ഗബല്ലൈ. റെഡിയല്ലേ? ഒരിക്കൽ കൂടെ പറയാം. ബെനാലൈറ്റ് റൊട്ടിക്ക് മേലുണ്ടായ നികുതിയാണ് ഇത് ബെനാലൈറ്റ്. ബെനാവിൽ മദ്യത്തിന് നൽകിയിരുന്ന നികുതിയാണ് ഇത് ബെനാവിൽ. പിയേജസ് ഗവൺമെന്റിന് കൊടുത്ത ഉയർന്ന നികുതിയാണ് ഇത് പിയേജസ്. തിഥൈ പുരോഹിതന്മാർക്ക് കൊടുത്ത നികുതിയാണ് ഇത് തിഥൈ. തൈലൈ 3ാം എസ്റ്റേറ്റിലെ ആളുകൾ ഗവൺമെന്റ് നൽകിയ നികുതിയാണ് ഇത് തൈലൈ. ഗബല്ലൈ ഗവൺമെന്റ് നൽകിയ ഉപ്പ് നികുതിയാണ് ഇത് ഗബല്ലൈ. കണ്ടോ? അപ്പൊ ഇത്രയും നികുതികളാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായും ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട നികുതികൾ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാലോ. നമ്മൾ കടക്കുന്ന സമയത്ത് ഏതാണ്? ഫ്രഞ്ച് പാർലമെന്റ് എസ്റ്റേറ്റ് ജനറൽ. ഓക്കെ, എസ്റ്റേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് നമ്മൾക്ക് എടുക്കാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, ശ്രദ്ധിച്ചാൽ മതി. സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട രാജാവ് പുതിയ നികുതി ചുമത്തതിനാൽ 1789 ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ശ്രദ്ധിച്ച് കേൾക്കണേ. സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട രാജാവ് പുതിയ നികുതി ചുമത്തുന്നതിനായി 1789 ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. അല്ലേ? ഇതൊരു കാര്യമുണ്ട്. 1789 എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു എന്ന് പറയുമ്പോൾ അതിന് മുന്നേ ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ. എപ്പോഴാണ്? 1614. നിങ്ങൾ ആലോചിക്കണം. 1614 ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തതിന് ശേഷം പിന്നെ വിളിച്ചപ്പോഴാണ് 1789 ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നത്. ഈ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു എന്ന് പറയുമ്പോൾ ഇതിനെയും കുറെ തട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. എസ്റ്റേറ്റ് ജനറലെ 3ആയി തിരിച്ചു. ഒന്നാം എസ്റ്റേറ്റ് പുരോഹിതന്മാരാണ്. 285 പേരാണ് ഇത് ഒന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ഒന്നാം എസ്റ്റേറ്റ് പുരോഹിതർ 285 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞു 2ാം എസ്റ്റേറ്റ് പ്രഭുക്കന്മാരാണ്. 308 ആളുകൾ ഉണ്ടായിരുന്നത്. ഒന്നാം എസ്റ്റേറ്റ് പുരോഹിതന്മാര് 285 ആള്, 2ാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാര് 308 ആളാണ്. എന്ന് ശ്രദ്ധിച്ചോ. 3ാം എസ്റ്റേറ്റ് മധ്യവർഗം 621 ആള്. നിങ്ങൾ ടോട്ടൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒന്നാം എസ്റ്റേറ്റ് 205, 2ാം എസ്റ്റേറ്റ് 308, 3ാം എസ്റ്റേറ്റിൽ 621 ആള്. അപ്പോൾ 1ഉം 2ഉം എസ്റ്റേറ്റുകൾ കൂട്ടിയാൽ 3ാം എസ്റ്റേറ്റ് എത്തില്ല. 3ാം എസ്റ്റേറ്റിൽ എത്തില്ല. 1ഉം 2ഉം എസ്റ്റേറ്റ് ചേർന്നാലും 3ാം എസ്റ്റേറ്റിൽ അംഗസംഖ്യക്ക് എത്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് മനസ്സിലാക്കിയ 1ഉം 2 എസ്റ്റേറ്റ് ഇതൊരു തന്ത്രപരമായ നീക്കാണ്. ഇവിടെ ശ്രദ്ധിക്കണം. നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു അടിത്തറ, വിപ്ലവത്തിലേക്ക് അടിത്തറ പോകുന്ന ഒരു സംഭവമാണിത്. അതായത് 1ഉം 2ഉം എസ്റ്റേറ്റുകാർ ഒരുമിച്ച് നിന്നാലും 3ാം എസ്റ്റേറ്റിന്റെ അംഗസംഖ്യക്ക് എത്തിയില്ലല്ലോ. ഉറപ്പല്ലേ? അപ്പോ രാജാവും 1ഉം 2ഉം എസ്റ്റേറ്റിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി. അംഗങ്ങൾക്ക് വോട്ട് വേണ്ട.
ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, രണ്ടാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, മൂന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, ഇങ്ങനെ പറഞ്ഞു. അംഗങ്ങൾക്കാണ് വോട്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വിജയിക്കുന്ന ആരായിരിക്കും? മൂന്നാം എസ്റ്റേറ്റ് ആരായിരിക്കും? ഉറപ്പല്ലേ? അപ്പൊ ഇതിൽ തന്ത്രപരമായിട്ട് അവർ പറഞ്ഞതാണ് ഓരോ എസ്റ്റേറ്റിന് ഓരോ വോട്ട് മതി എന്ന് പറഞ്ഞു. ഒന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, രണ്ടാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, മൂന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട്. ഇവിടെ നിങ്ങൾ അവരെ ബുദ്ധിപരമായി നിൽക്കാൻ നിങ്ങൾ നോക്കണം. 1, 2 എസ്റ്റേറ്റ് ഭയങ്കര ക്ലോസ് ആണ് പറഞ്ഞു. ഇപ്പോൾ ശ്രദ്ധിച്ചോ, ഇത് ഒന്നാം എസ്റ്റേറ്റ്, ഇത് രണ്ടാം എസ്റ്റേറ്റ് അല്ലേ? അപ്പോൾ മൂന്നാം എസ്റ്റേറ്റ് നമ്മൾ എങ്ങനെ കാണിക്കും? അപ്പോൾ ശ്രദ്ധിച്ചോ, ഇത് ഒന്നാം എസ്റ്റേറ്റ്, ഇത് രണ്ടാം എസ്റ്റേറ്റ്, ഇത് മൂന്നാം എസ്റ്റേറ്റ്. കിട്ടിയില്ലേ? ഒന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, രണ്ടാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, മൂന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട്. ഒന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, രണ്ടാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, മൂന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട്. ഇങ്ങനെ ഓരോ വോട്ടാക്കി വിചാരിച്ചു. ഓരോ വോട്ടാക്കുന്ന സമയത്ത് സുപ്രധാനമായ കാര്യങ്ങളൊക്കെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? 1, 2 എസ്റ്റേറ്റുകാർ ഒന്നായിട്ട് നിൽക്കും. 1, 2 എസ്റ്റേറ്റുകാർ ഒന്നായി നിന്നും മൂന്നാം എസ്റ്റേറ്റ് പുറത്താവും. അപ്പോൾ ഒന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, രണ്ടാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, ഇവർ രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഭൂരിഭാഗം അവിടെയായില്ലേ? മൂന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഇതെന്ത് ചെയ്യും? സ്വാഭാവികം തള്ളിപ്പോവും. ഉറപ്പല്ലേ? അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു. ഇതിനാര് തയ്യാറായില്ല? മൂന്നാം എസ്റ്റേറ്റ് തയ്യാറായില്ല. മൂന്നാം എസ്റ്റേറ്റ് പറഞ്ഞ വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇത്തരം ആളുകൾ ഇതിനെ എന്ത് ചെയ്യുന്നില്ല? എതിർത്ത സമയത്ത് ശ്രദ്ധിച്ചോ, ഓരോ എസ്റ്റേറ്റിന് ഓരോ വോട്ട് മതി എന്നതായിരുന്നു രാജാവ് 1, 2 എസ്റ്റേറ്റ് പറഞ്ഞത്. എന്നാൽ മൂന്നാം എസ്റ്റേറ്റ് പറഞ്ഞ എന്താണ്? ഓരോ അംഗത്തിന് ഓരോ വോട്ട് എന്നാണ് മൂന്നാം എസ്റ്റേറ്റ് പറഞ്ഞത് അല്ലേ? അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും മൂന്നാം എസ്റ്റേറ്റിനെ ചൊടിപ്പിച്ചു. ഏതാണ്? ഓരോ എസ്റ്റേറ്റിന് ഓരോ വോട്ട് എന്നത് മൂന്നാം എസ്റ്റേറ്റ് ചൊടിപ്പിച്ചു. അത് സ്വാഭാവികമായിട്ട് പ്രശ്നത്തിലേക്ക് കലാശിക്കാൻ പോവാം. പോകുന്നതിന് മുന്നേ ഇതൊന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാം. സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട രാജാവ് പുതിയ നികുതി ചുമത്തുന്നതിനായി ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നു ഫ്രഞ്ച് പാർലമെന്റ് 1759. മുന്നേ വിളിച്ചത് 1614. ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ 285 ആണ് അംഗസംഖ്യ. രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ 308 ആണ് അംഗസംഖ്യ. മൂന്നാം എസ്റ്റേറ്റ് മധ്യവർഗം 621 ആണ് അംഗസംഖ്യ. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്നതായിരുന്നു 1, 2 എസ്റ്റേറ്റ് പറഞ്ഞത്. എന്നാൽ ഓരോ അംഗത്തിന് ഓരോ വോട്ട് എന്നാണ് ആര് പറഞ്ഞത്? മൂന്നാം എസ്റ്റേറ്റ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് അവകാശങ്ങൾ പറയാനും സമ്മേളനം കൂടാനും മൂന്നാം എസ്റ്റേറ്റുകാർ തീരുമാനിക്കുന്നു. അവകാശങ്ങൾ പറയാനും സമ്മേളനം കൂടാനും മൂന്നാം എസ്റ്റേറ്റുകാർ തീരുമാനിക്കുന്നു. അംഗസംഖ്യ കൂടുതൽ മൂന്നാം എസ്റ്റേറ്റുകാർ പറയാണ്, ഞങ്ങളാണ് ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി എന്നാണ് ആര് പറഞ്ഞത്? മൂന്നാം എസ്റ്റേറ്റുകാർ പറഞ്ഞത്. അവരുടെ അവകാശങ്ങൾ പറയാനും സമ്മേളനം കൂടാനും മൂന്നാം എസ്റ്റേറ്റുകാർ തീരുമാനിക്കുന്നു. തങ്ങളാണ് ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി എന്ന് ആര് പറയുന്നു? മൂന്നാം എസ്റ്റേറ്റുകാർ പറയുന്നു. അങ്ങനെ ഇവർക്ക് സമ്മേളിക്കണം, തങ്ങൾക്ക് സമ്മേളിക്കാൻ സമ്മേളനം വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുന്നു. ശ്രദ്ധിക്കണം. അപ്പോൾ മൂന്നാം എസ്റ്റേറ്റുകാർക്ക് സമ്മേളിക്കാൻ സമ്മേളന ഹാൾ വിട്ടുതരണമെന്ന് മൂന്നാം എസ്റ്റേറ്റുകാർ പറയുന്നു. ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റ് ആളുകൾ ഇതിനെ നിരുപാധിക എതിർക്കുന്നു. സമ്മേളന നഗരം അല്ലെ സമ്മേളന ഹാൾ ഇവരെന്ത് ചെയ്യുന്നു? പൂട്ടിക്കളയുന്നു, പ്രവേശനം കൊടുക്കുന്നില്ല. അങ്ങനെ സമ്മേളന ഹാൾ പ്രവേശനം ലഭിക്കാതെ വന്ന സമയത്ത് മൂന്നാം എസ്റ്റേറ്റുകാർ അത്യാവശ്യം ആളുകളുണ്ടല്ലോ, എവിടെയെങ്കിലും സമ്മേളിക്കാൻ പറ്റുമോ? ഇവര് പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് ഫ്രാൻസിൽ അതിവിശാലമായൊരു ടെന്നീസ് കോർട്ട് കണ്ടു. ഈ ടെന്നീസ് കോർട്ടിൽ ഒത്തുചേരാമെന്ന് ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ ഇവർ എവിടെ ഒത്തുചേർന്നു? തൊട്ടടുത്ത ടെന്നീസ് കോർട്ടിൽ ഇവർ ഒത്തുചേർന്നു. അങ്ങനെ അവിടെ വെച്ച് ഇവരെന്തെടുക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എടുക്കുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമാണിത്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ശ്രദ്ധിച്ചാൽ മതി. അവകാശങ്ങൾ പറയാനും സമ്മേളനങ്ങൾ കൂടാനും മൂന്നാം എസ്റ്റേറ്റുകാർ തീരുമാനിക്കുന്നു. തങ്ങളാണ് ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി എന്ന് മൂന്നാം എസ്റ്റേറ്റുകാർ പ്രഖ്യാപിക്കുന്നു. തങ്ങൾക്ക് സമ്മേളിക്കാൻ സമ്മേളന ആൾ വിട്ടുതരണമെന്ന് മൂന്നാം എസ്റ്റേറ്റുകാർ പറയുന്നു. അത് 1, 2 എസ്റ്റേറ്റുകാർ എതിർക്കുന്നു. തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ ഒത്തുചേരുന്നു. ഇതാണ് സുപ്രശസ്തമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. റെഡിയല്ലേ? സെറ്റല്ലേ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എന്നാൽ നമ്മളിവിടെ മറ്റൊരു പ്രതിജ്ഞ അങ്ങ് എടുക്കാം. എന്താ പ്രതിജ്ഞ? 2025 എന്നൊരു വർഷമുണ്ടെങ്കിൽ ആ 2025 എൻ്റെ കയ്യിൽ ഒരു അഡ്വൈസ് മെമ്മോ എത്തും. ഞാൻ ആഗ്രഹിക്കുന്ന എനിക്കിഷ്ടപ്പെടുന്ന ഒരു സർവീസ് ഞാൻ ചെയ്യുമെന്നൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കല്ലേ? ആ പ്രതിജ്ഞ നിങ്ങൾ ഇപ്പം മനസ്സിലെടുത്താൽ ഞാൻ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയിലേക്ക് പോകും. റെഡിയല്ലേ? അപ്പം ഉറച്ച് നമ്മൾ പറയുന്നു, 2025 ഒരു അഡ്വൈസ് മെമ്മോ എന്നെ സുന്ദരമായി കൈവെള്ളയിലേക്ക് ഞാൻ വെക്കാൻ പോവുകയാണ്. റെഡിയല്ലേ?
റെഡിയില്ലേ? അപ്പോൾ അഡ്വൈസ് മെമ്മോ കിട്ടാൻ നമ്മൾ പ്രതിജ്ഞ എടുക്കും. അപ്പോൾ നമ്മൾ കിടക്കുന്ന ഏതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20 നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. സമ്മേളിക്കാൻ ഒരു സമ്മേളന ഹാൾ ഇല്ലാത്തതിന്റെ പേരിൽ തൊട്ടടുത്ത ടെന്നീസ് കോർട്ടിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? സമ്മേളിക്കുന്നത്. ആ ടെന്നീസ് കോർട്ടിൽ വെച്ച് ഇവർ സമ്മേളിക്കുന്നതിന്റെ ഭാഗമായിട്ടാ ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവമായ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ തലവര എഴുതാൻ, ചരിത്രം മാറ്റി എഴുതാൻ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കിയാൽ മതി. നിങ്ങൾ പറഞ്ഞ പഠിക്കാൻ സാഹചര്യം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് നമുക്ക് അനുകൂലമാക്കി എടുക്കാം. ഏത് സാഹചര്യത്തിലും നമ്മൾ വളരുമെന്ന് പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ ആ അഡ്വൈസ് മെമ്മോ നിങ്ങളുടെ കയ്യിലെത്തും. ഉറപ്പിച്ചോ? 2025 സർവീസ്. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20 പറഞ്ഞു. 3ാം എസ്റ്റേറ്റുകാർ സമ്മേളിക്കാൻ സമ്മേളന ഹാള് പ്രവേശനം ലഭിക്കാതെ വന്നപ്പോൾ 1789 ജൂൺ 20 തൊട്ടടുത്ത ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുന്നു. ഓക്കെ. ഫ്രാൻസിൽ ഒരു ഭരണഘടന തയ്യാറാവുന്നത് വരെ പിരിഞ്ഞു പോവില്ലെന്ന് ഇവർ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. കേട്ടില്ലേ? നിസ്സാരമായൊരു പോയിന്റാണ് നമ്മൾ പറയുന്നത്. ചരിത്രം കണ്ട ഏറ്റവും വലിയ സംഭവം. ഓക്കെ. ഫ്രാൻസിൽ ഒരു ഭരണഘടന തയ്യാറാക്കുന്നത് വരെ തിരികെ പോവില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഈ സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. കേട്ടില്ലേ? എന്നാൽ ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നമ്മൾ പഠിക്കുമ്പോൾ അതോടൊപ്പം പഠിക്കുന്നു ബാസ്റ്റിൽ കോട്ട. ബാസ്റ്റിൽ കോട്ട അറിയാലോ, ഫ്രഞ്ച് അധികാര കേന്ദ്രത്തിന്റെ എന്താ പറയുക ഒരു പ്രതീകമായിരുന്നു ബാസ്റ്റിൽ കോട്ട അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഏതാണ്? രാജവംശത്തിന് അധികാര ചിഹ്നമാണ് ബാസ്റ്റിൽ കോട്ട. വിപ്ലവകാരികൾ തകർത്തു, തടവുകാരെ മോചിപ്പിക്കുന്നു. ഫ്രഞ്ച് രാജവംശത്തിന്റെ അധികാര ചിഹ്നമായ ബാസ്റ്റിൽ കോട്ട വിപ്ലവകാരികൾ തകർത്ത് തടവുകാരെ മോചിപ്പിക്കുന്നു എന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിപ്ലവകാരികൾ ബാസ്റ്റിൽ കോട്ടയിലേക്ക് മാർച്ച് നടത്തിയത്. ശ്രദ്ധിക്കണം, ഫ്രഞ്ച് വിപ്ലവത്തിന് ഉയർന്നു കേട്ടൊരു മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം നേടും 2025 ഞാൻ ഗവൺമെന്റ് സർവീസ്. അല്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അവിടെ ഉയർന്നു കേട്ട മുദ്രാവാക്യമാണ് ഇത്. ഫ്രഞ്ച് വിപ്ലവത്തിന് മുദ്രാവാക്യമാണിത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതൊക്കെ പഠിച്ച് ഞാൻ നേടും 2025 സർവീസ്. ശ്രദ്ധിച്ചോളൂ. രാജവംശത്തിന് അധികാര ചിഹ്നമായ ബാസ്റ്റിൽ കോട്ട വിപ്ലവകാരികൾ തകർത്ത് തടവുകാരെ മോചിപ്പിക്കുന്നു. ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിപ്ലവകാരികൾ ബാസ്റ്റിൽ കോട്ടയിലേക്ക് മാർച്ച് നടത്തിയത്. ആ ഒരു എനർജി, അവർ വിളിക്കുന്ന എനർജി കണ്ടോ നിങ്ങൾ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഉണർന്ന് വരണം. നമ്മളിത് പഠിക്കാൻ പോവാണ്. ഫ്രഞ്ച് വിപ്ലവമൊക്കെ നമ്മളിങ്ങനെ അരച്ച് കലയ്ക്കാൻ കുടിക്കും. സെറ്റല്ലേ? പിടിച്ച അടുത്ത പോയിന്റ്. 1789 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട തകർക്കുന്നു. 1889 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട തകർത്ത് തടവുകാരെ മോചിതരാക്കി. ഇതിൽ ബാസ്റ്റിൽ കോട്ടയ്ക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ആയുധങ്ങളൊക്കെ ശേഖരിച്ചു വെച്ച സ്ഥലമാണ് ഇത് ബാസ്റ്റിൽ കോട്ട. ബാസ്റ്റിൽ കോട്ട തകർക്കുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു? ഇവർക്ക് സുലഭമായ രീതിയിൽ ആയുധങ്ങളൊക്കെ ലഭിക്കുകയാണ്. കേട്ടില്ലേ? തടവുകാരെ മോചിപ്പിക്കുന്നു. അപ്പം ഇതൊക്കെ ആർക്ക്? വിപ്ലവകാരികൾക്ക് അനുകൂലമായി വരികയാണ്. അപ്പൊ ഇത് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നു. ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നു. ഫ്രാൻസ് ദേശീയ ദിനമായി ആചരിക്കുന്നപ്പോഴാണ് ജൂലൈ 14 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട തകർത്തത്. ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. വിപ്ലവ സമയത്ത് ശത്രുക്കളെന്ന് തോന്നിയവരെ വധിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആയുധമാണ് ഇത് ഗില്ലറ്റിൻ. വിപ്ലവ സമയത്ത് ശത്രുക്കളെന്ന് തോന്നിയവരെ വധിക്കാൻ ഉപയോഗിച്ച ആയുധമാണ് ഇത് ഗില്ലറ്റിൻ. ഗില്ലറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലൂയി 14 കൊന്നത്, ഭാര്യ മേരി ആന്റോയിനറ്റിനെ കൊന്നത്. ഇതൊക്കെ ഗില്ലറ്റിന് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, വിപ്ലവ സമയത്ത് ശത്രുക്കളെന്ന് തോന്നിയവരെ വധിക്കാൻ ഉപയോഗിച്ച ആയുധമാണ് ഇത് ഗില്ലറ്റിൻ എന്ന ആയുധം. 1789 ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. ഇതൊന്നും വിട്ടിട്ട് ഒരു കളിയില്ല ഇവിടെ. 1789 ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ശ്രദ്ധിച്ചോ? 1792 ഫ്രാൻസ് റിപ്പബ്ലിക് ആവുന്നു. കണ്ടോ? വരുത്തേണ്ടങ്ങൾ അല്ലേ? അധികാര ചിഹ്നമായ ബാസ്റ്റിൽ കോട്ട തകർക്കുന്നു. എപ്പോ? 1789 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട തകർത്ത് അവരെ തടവുകാരെ ജയിൽ മോചിതരാക്കുന്നു. ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നു.
വിപ്ലവ സമയത്ത് ശത്രുക്കളെന്ന് തോന്നിയവരെ വധിക്കാൻ ഉപയോഗിച്ച ആയുധമാണ് ഇത് ഗില്ലറ്റിൻ. 1789 ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി 1792 ഫ്രാൻസ് എന്ത് ചെയ്യുന്നു? റിപ്പബ്ലിക് ആവുന്നു. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ഫ്രഞ്ച് വിപ്ലവവുമായി വരുന്ന കുറച്ച് മുദ്രാവാക്യങ്ങളാണ്, ശ്രദ്ധിച്ചോളൂ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവമായി വരുന്ന മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അടുത്ത് വരുന്നു ജനകീയ പരമാധികാരം എന്ന ആശയം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവമായി വരുന്ന മുദ്രാവാക്യമെങ്കിൽ ജനകീയ പരമാധികാരം എന്ന ആശയവും ഫ്രഞ്ച് വിപ്ലവമായി വരുന്ന മുദ്രാവാക്യമാണ്. രാജ്യമെന്നാൽ പ്രദേശമല്ല ജനങ്ങളാണെന്ന ആശയം ഉയർത്തിപ്പിടിച്ച വിപ്ലവം ഫ്രഞ്ച് വിപ്ലവമാണ്. 3 പ്രധാനപ്പെട്ട കൊട്ടേഷൻ നമ്മൾ പഠിക്കുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ജനകീയ പരമാധികാരം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചു. രാജ്യമെന്നാൽ പ്രദേശമല്ല ജനങ്ങളാണെന്ന ആശയം ഉയർത്തിപ്പിടിച്ചതും ഏതായിരുന്നു? ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. ഇങ്ങനെ വിപ്ലവം ഉയർന്ന് കഴിയുന്നു, റിപ്പബ്ലിക് ആവുന്നു. ഇനി റിപ്പബ്ലിക്കിനെ തുടർന്ന് ഇവിടെ വരാൻ പോകുന്നത് പൊതുസുരക്ഷാ കമ്മിറ്റിയാണ്. 1793-94 കാലഘട്ടത്തിലാണ് പൊതുസുരക്ഷാ കമ്മിറ്റി വരുന്നത്. ഇത് ശ്രദ്ധിക്കണം. ഈ പൊതുസുരക്ഷാ കമ്മിറ്റി നിലവിൽ വന്നു. പിന്നീട് ഫ്രാൻസിലുള്ള ആളുകൾക്ക് തലവേദന എന്ന് പറഞ്ഞാൽ ഈ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവനായി നിയോഗിച്ച ഒരു വ്യക്തിയുണ്ട്. കണ്ടു പഠിച്ചോ നിങ്ങൾ? ആരാണ്? റോബിസ്പിയർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സുരക്ഷാ കമ്മിറ്റിയുടെ തലവനായി നിയോഗിച്ചത്. റോബിസ്പിയർ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന്റെ അഴിഞ്ഞാട്ടമാണ് നമ്മളിവിടെ കണ്ടത്, ഫ്രാൻസിൽ കണ്ടത്. ഇപ്പോൾ ഫ്രഞ്ച് ഭരണാധികാരികൾ ദുർഭരണം നടത്തിയിട്ട് ഇവിടെ റിപ്പബ്ലിക്കായി. ഇവിടെ ചെറിയൊരു സംഗതി വരുന്നു. പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവനായി വന്ന് റോബിസ്പിയർ ആയിരുന്നു. റോബിസ്പിയർ എന്ന് പറഞ്ഞാൽ അപകടകരമായ ഒരു വ്യക്തിയായിരുന്നു. ആര്? റോബിസ്പിയർ. എന്തൊക്കെയാ സംഭവിച്ചെന്ന് നോക്കിയോ? നിരപരാധികളടക്കം ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. റോബിസ്പിയർ ഇവിടെ എന്താ പറയാ? അഴിഞ്ഞാടുകയായിരുന്നു. നിരപരാധികളടക്കം ഒരുപാട് പേർ എന്ത് ചെയ്യുന്നു? കൊല്ലപ്പെടുന്നു. ഗില്ലറ്റിന് ആയുധമുണ്ടാക്കിയിട്ട് ഒരുപാട് പേരെ കൊല ചെയ്തു. ഇവിടെ വരുന്ന എന്താണ്? ലൂയി 16, മേരി ആന്റോയിനറ്റ്, ലാവോസി എന്നീ പ്രമുഖരാണ് ഇതിൽ വധിക്കപ്പെട്ട ആളുകൾ. ലൂയി 16 നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ രാജാവാണ്. മേരി ആന്റോയിനറ്റ് നമ്മൾ പറഞ്ഞു. ലാവോസിയ അറിയോന്നെങ്കിൽ ലാവോസി ആരാണ്? ഫ്രഞ്ച് വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ട രസതന്ത്രജ്ഞനാണ്. ആര്? ലാവോസി എന്നറിയപ്പെടുന്ന വ്യക്തി അല്ലേ? ഇനി ശ്രദ്ധിച്ചോ നിങ്ങൾ? പൊതുജനങ്ങൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുകയും റോബിസ്പിയറിനെ ഗില്ലറ്റിന് വിധേയമാക്കുകയും ചെയ്തു. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾ. റോബിസ്പിയർ ഇവിടെ സുരക്ഷാ കമ്മിറ്റിയുടെ തലവനായി വരുന്നു. പറഞ്ഞില്ലേ കുത്തഴിഞ്ഞൊരു ഭരണം ഉണ്ടായിരുന്നത്, മനസ്സിലായില്ലേ? പണ്ടോരോ ഒരു ചൊല്ലുണ്ട്, പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പെടാന്ന്. ഇതായിരുന്നു ഫ്രാൻസിന്റെ അവസ്ഥ. ഇയാൾ അടിഞ്ഞാട്ടം ഉണ്ടായിരുന്നത്. ഒരുപാട് നിരപരാധികളെ കൊന്നു. ഇവിടെ ശരിക്കും പറയുന്നുണ്ട്, ഫ്രാൻസിൽ കൊല്ലപ്പെട്ട ആളുകൾ എന്ന നിരപരാധികൾ ഇപ്പോഴും പറയുന്ന ഈ നിരപരാധികൾ ആത്മാവ് ഇപ്പോഴും പറയുന്നുണ്ട് അത്രേ, ഞങ്ങൾ എന്തിനാണ് വധിക്കപ്പെട്ടതെന്ന് അറിയാത്ത ഒരുപാട് ആത്മാക്കൾ ഇന്നും ഫ്രാൻസിലുണ്ടെന്നാണ് പറയുന്നത്. കാരണം അറിയില്ല എന്തിനാണ് വധിക്കപ്പെട്ടതെന്ന് പോലും അറിയാത്ത ഒരുപാട് ആത്മാക്കൾ ഫ്രാൻസിന്റെ തെരുവുകളിൽ ഇന്നും അലയുന്നുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അല്ലേ? ഇപ്പൊ ശ്രദ്ധിക്കണം, ഗില്ലറ്റിന് ആയുധം ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേരെ കൊല്ലപ്പെട്ടത്. ഈ ഗില്ലറ്റ് ഉപയോഗിച്ച് വധിക്കപ്പെട്ട ആളുകളാണ് ലൂയി 16, മേരി ആന്റോയിനറ്റ്, ലാവോസി എന്നീ പ്രമുഖർ. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് വധിക്കപ്പെട്ട രസതന്ത്രജ്ഞനാണ് ലാവോസിയ. പൊതുജനങ്ങൾ വീണ്ടും തെരുവിലിറങ്ങുന്നു. റോബിസ്പിയറെ ഗില്ലറ്റിനെ വിധേയനാക്കുന്നു. ചതറിക്കിടക്കുന്ന ഫ്രഞ്ച് ജനതയെ മുന്നോട്ട് നയിക്കാൻ ഒരു ദൈവപുത്രൻ അവതരിക്കുന്നു ഫ്രാൻസിൽ. ആ ദൈവപുത്രൻ ഇവിടെ അവരോധിക്കപ്പെടുന്നു. ആ അവരോധിക്കപ്പെട്ട ദൈവപുത്രനാണ് ആര്? നെപ്പോളിയൻ. ആരാണ്? നെപ്പോളിയൻ. കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഫ്രഞ്ച് ജനതയെ മുന്നോട്ട് നയിക്കാൻ ഒരു ദൈവപുത്രൻ അവതരിപ്പിക്കുന്നു. ആ ദൈവപുത്രനാണ് ആര്? നെപ്പോളിയൻ. കണ്ടോ? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. ബാക്കി എന്താ? ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോ. കാരണം തോറ്റപ്പെട്ടവരാണ്. തോൽവിയിലൂടെ ചരിത്രം എഴുതപ്പെട്ട ആളുകളാണ് ആര്? ഈ 3 പേരെങ്കിൽ ആ തോൽവിയിലൂടെ ചരിത്രം എഴുതപ്പെട്ട നെപ്പോളിയന്റെ വിജയഗാഥ പറഞ്ഞിട്ട് നമുക്ക് തിരികെ വരാം. റെഡിയല്ലേ? തിരികെ വന്നോളൂ. ആരാണ്? നെപ്പോളിയൻ. റെഡിയല്ലേ? നെപ്പോളിയനെ നമ്മൾ കടക്കുന്ന സമയത്ത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നെപ്പോളിയൻ.
ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നെപ്പോളിയൻ. നെപ്പോളിയന്റെ ഒരു പര്യായം തന്നെ പഠിച്ചു വെച്ച നിങ്ങൾ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശുവാണ് ആര്? നെപ്പോളിയൻ. ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്ന ആരാണ്? നെപ്പോളിയൻ ആണ്. വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? നെപ്പോളിയൻ ആണ്. ആധുനിക ഫ്രാൻസിന്റെ ശില്പിയാണ് ആര്? നെപ്പോളിയൻ. ഫ്രാൻസിന്റെ ജസ്റ്റിനിയൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നെപ്പോളിയൻ. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ്? നെപ്പോളിയൻ. ഞാനാണ് രാഷ്ട്രം എന്ന് വേറെ ആൾ പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ്? നെപ്പോളിയൻ ആണ്. കുതിരപ്പുറത്തെ ഭൂതം എന്നറിയപ്പെടുന്ന ആരാണ്? നെപ്പോളിയൻ ആണ്. കണ്ടോ, ഉറച്ച് പഠിച്ചു വരണം നെപ്പോളിയനെ. ശ്രദ്ധിക്കണം, ഫ്രഞ്ച് വിപ്ലവത്തിന് ശിശുവാണ് ആര്? നെപ്പോളിയൻ. ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നെപ്പോളിയൻ. വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന നെപ്പോളിയൻ ആണ്. ആധുനിക ഫ്രാൻസിന്റെ ശില്പിയാണ് ആര്? നെപ്പോളിയൻ. ഫ്രാൻസിന്റെ ജസ്റ്റിനിയൻ എന്നറിയപ്പെടുന്ന നെപ്പോളിയൻ ആവുമ്പോൾ ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ്? നെപ്പോളിയൻ ആണ്. കുതിരപ്പുറത്തെ ഭൂതം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിമാര് തന്നെയാണ് നെപ്പോളിയൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കണം. 7 പോയിന്റുകളാണ് നെപ്പോളിയന്റെ വിശേഷണങ്ങളായി നമ്മൾ പറഞ്ഞതെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. 1799 നെപ്പോളിയൻ ഫ്രാൻസിന്റെ ഭരണം പിടിച്ചെടുക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോ. 1799 നെപ്പോളിയൻ ഫ്രാൻസിന്റെ ഭരണം പിടിച്ചെടുക്കുന്നു. 1804 ഫ്രാൻസിന്റെ ചക്രവർത്തിയായി നെപ്പോളിയൻ അവരോധിക്കപ്പെടുക. പക്ഷെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവസരങ്ങൾ പ്രയോജനപ്പെടുത്താത്തതിന്റെ കഴിവ് പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ആരായിരിക്കും? നെപ്പോളിയൻ. 1799 ഫ്രാൻസിന്റെ ഭരണം പിടിച്ചെടുക്കുന്നു. 1804 ഫ്രാൻസിന്റെ ചക്രവർത്തിയാവുന്ന ആര്? നെപ്പോളിയൻ. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് രൂപീകരിക്കുന്നു. സിങ്കിങ് ഫണ്ട് എന്നാ പറയാം കേട്ടോ. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ച വ്യക്തിയാണ് ആര്? നെപ്പോളിയൻ. പറയുന്നു ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചതും ആര് തന്നെയാണ്? നെപ്പോളിയൻ ആണ്. ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചത് നെപ്പോളിയൻ ആണ്. ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? നെപ്പോളിയൻ ആണ്. അപ്പോൾ ഫ്രാൻസിന്റെ ഭരണഘടനയുടെ ശില്പി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആര്? നെപ്പോളിയന്. ഓക്കെ, ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചു, സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു ആര്? നെപ്പോളിയൻ. ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കിയത് നെപ്പോളിയൻ ആണെങ്കിൽ, സാമ്പത്തിക രംഗത്ത് മുന്നേറാൻ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? നെപ്പോളിയൻ ആണ്. സാമ്പത്തിക രംഗത്ത് മുന്നേറാൻ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കിയത് നെപ്പോളിയൻ ആണെങ്കിൽ, ഇംഗ്ലണ്ടിനെതിരെ നെപ്പോളിയൻ ആവിഷ്കരിച്ച വാണിജ്യ നയമാണ് ഇത്? കോണ്ടിനെന്റൽ നയം. ഇംഗ്ലണ്ടിനെതിരെ നെപ്പോളിയൻ ആവിഷ്കരിച്ച നയമാണ് ഇത്? കോണ്ടിനെന്റൽ നയം. സാമ്പത്തിക രംഗത്ത് മുന്നേറാൻ നെപ്പോളിയൻ ആവിഷ്കരിച്ച വാണിജ്യ നയമാണ് ഇത്? കോണ്ടിനെന്റൽ നയം. ഇതാർക്കെതിരാണ്? നെപ്പോളിയൻ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇത് പ്രയോഗിച്ചത്. പക്ഷേ ഇംഗ്ലണ്ടിനെതിരെ മാത്രം പ്രയോഗിച്ച് നിർത്താൻ പറ്റുമോ? ഇതൊന്ന് ദൂരവ്യാപകമായി കൊണ്ടുവന്നാൽ മാത്രമേ നെപ്പോളിയന്റെ തന്ത്രങ്ങൾ അവിടെ നടക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നെപ്പോളിയൻ കൊടുത്ത പണി റഷ്യ, ഹോളണ്ട്, ഇംഗ്ലണ്ട്, സ്പെയിൻ, പോർച്ചുഗൽ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളെ നെപ്പോളിയൻ ആക്രമിച്ച് അങ്ങനെ കിട്ടുകിട്ടാ വിറപ്പിച്ച് നെപ്പോളിയൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ നെപ്പോളിയന്റെ ആ വ്യവസ്ഥകൾ നെപ്പോളിയൻ എന്ത് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പം വിജയഗാഥകൾ പാടുമ്പോൾ നെപ്പോളിയന്റെ ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നെപ്പോളിയന്റെ പരാജയങ്ങളാണ്. കാരണം നെപ്പോളിയന്റെ വിജയത്തെക്കാൾ ഉപരി നെപ്പോളിയന്റെ പരാജയം ഏറ്റുപാടാനാണ് ലോകരാഷ്ട്രങ്ങൾ തയ്യാറായത്. വിജയങ്ങൾ കൊണ്ടാടിയ നെപ്പോളിയന്റെ ചരിത്രത്തിലെ പരാജയത്തിലേക്ക് ഇനി നമുക്ക് കടക്കാം. നെപ്പോളിയന്റെ പരാജയം ശ്രദ്ധിച്ചാൽ മതി. 1805 ട്രഫാൾഗർ യുദ്ധത്തിലാണ് നെപ്പോളിയൻ പരാജയപ്പെടുന്നത്. ട്രഫാൾഗർ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടു 1805. ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ആളെ പേര് നിങ്ങൾ പഠിച്ചോ. ബ്രിട്ടീഷ് ജനറൽ നെൽസൺ ആണ് നെപ്പോളിയൻ പരാജയപ്പെടുത്തിയത്. ആർതർ വെല്ലസ്ലിയെ നമുക്ക് പഠിക്കും. ഇപ്പോ ട്രഫാൾഗർ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്ത ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓപ്ഷൻ ഫസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിച്ചോ ആർതർ വെല്ലസ്ലി അവിടെ ഉണ്ടാകും. കാരണം നിങ്ങൾ ആർതർ വെല്ലസ്ലിയെ കുത്തുമെന്ന് ഉറപ്പാണ്. ഇടയില് അപ്പൊ മറക്കണ്ട, നെപ്പോളിയൻ പരാജയപ്പെടുത്തിയ ആരാണ്? നെൽസൺ എന്ന ബ്രിട്ടീഷ് ജനറൽ ആണ് 1805 ട്രഫാൾഗർ യുദ്ധത്തിന് നെപ്പോളിയനെ പരാജയപ്പെടുന്നത്. പിന്നീട് 1812 റഷ്യൻ യുദ്ധത്തിനും നെപ്പോളിയൻ പരാജയപ്പെട്ടു. ഓക്കെ, 1812 റഷ്യൻ യുദ്ധത്തിനും നെപ്പോളിയൻ പരാജയപ്പെടുന്നു. ശ്രദ്ധിച്ച അടുത്ത പോയിന്റ്, 1814 ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംയുക്ത സൈന്യം പാരീസ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. ശ്രദ്ധിക്കണം, ഈ വന്ന വഴി ശ്രദ്ധിക്കണം നിങ്ങൾ. 1814 ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംയുക്ത സൈന്യം പാരീസ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു.
ഈ പാരീസ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ സംയുക്ത സൈന്യത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? റഷ്യ ഉണ്ടായിരുന്നു, ബ്രിട്ടൻ ഉണ്ടായിരുന്നു, ഇറ്റലി ഉണ്ടായിരുന്നു, സ്പെയിൻ ഉണ്ടായിരുന്നു, പോർച്ചുഗൽ ഉണ്ടായിരുന്നു. ഇവരൊക്കെ അടങ്ങിയ ഒരു സംയുക്ത സൈന്യം. ഈ സംയുക്ത സൈന്യം പാരീസ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ നെപ്പോളിയൻ നോക്കുന്ന സമയത്ത് നെപ്പോളിയന് ചുറ്റും എന്താണ് ഈ സംയുക്ത സൈന്യം ഉള്ളത്? ഒരു കാര്യം നെപ്പോളിയൻ ഉറപ്പിച്ചു, അടുത്ത നെപ്പോളിയൻ കീഴ്പ്പെടുമെന്ന് നെപ്പോളിയൻ ഉറപ്പിക്കുകയാണ്. ഇത് ഉറപ്പിച്ച നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു? ആത്മഹത്യക്ക് ശ്രമിക്കുന്നു നെപ്പോളിയൻ. കണ്ടോ, ഈ സൈനികർക്ക് പിടികൊടുക്കാതെ നെപ്പോളിയൻ ആത്മഹത്യ ശ്രമിക്കുന്നു. പക്ഷെ നെപ്പോളിയൻ ഒരല്പം വൈകിപ്പോയി. ഈ ആത്മഹത്യക്ക് ശ്രമിച്ച നെപ്പോളിയനെ ഇവരെന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുത്തുന്നു. കീഴ്പ്പെടുത്തിയിട്ട് നെപ്പോളിയൻ എവിടത്തേക്കാണ്? എൽബാ ദ്വീപിലേക്ക് നാടുകടത്തുന്നു. ശ്രദ്ധിക്കണം. 1814 ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സൈന്യം പാരീസ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. ചുറ്റും സൈനികരാൽ വളയപ്പെട്ട നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു? പിടുത്തം കൊടുക്കാതെ ആത്മഹത്യ ശ്രമിക്കുന്നു. പക്ഷേ നെപ്പോളിയന്റെ എന്താ പറയുക, നിർഭാഗ്യം എന്ന് പറയട്ടെ, നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു? സൈന്യം കീഴ്പ്പെടുത്തിക്കൊണ്ട് എൽബാ ദ്വീപിലേക്ക് എന്ത് ചെയ്യുന്നു? നെപ്പോളിയൻ നാടുകടത്തുന്നു. പിന്നീട് നെപ്പോളിയൻ എൽബാ ദ്വീപിലാണ്. പക്ഷെ എൽബാ ദ്വീപിൽ നിന്നും രക്ഷപ്പെട്ട നെപ്പോളിയൻ എവിടത്തേക്ക് തിരിച്ചെത്തുന്നു? ഫ്രാൻസിലേക്ക് തിരിച്ചെത്തുന്നു. തിരിച്ചെത്തിയ നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു? വീണ്ടും ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുന്നു. അധികാരം പിടിച്ചെടുത്ത് ഏകദേശം കുറച്ച് ദിവസം 100 ചില്ലാണ് ദിവസങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ ആർതർ വെല്ലസ്ലി പരാജയപ്പെടുന്നു. വാട്ടർലൂ എവിടെയാണ്? ബെൽജിയത്തിനാണ്. ബെൽജിയത്തിലെ വാട്ടർലൂ യുദ്ധത്തിൽ 1815 നെപ്പോളിയനെ പരാജയപ്പെടുത്തി ആര്? ആർതർ വെല്ലസ്ലി പരാജയപ്പെടുത്തി. ശ്രദ്ധിക്കണം, ആർതർ വെല്ലസ്ലിയെ നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മൾ പഴശ്ശി കലാപമൊക്കെ എടുക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ് ആർതർ വെല്ലസ്ലിയെ. മറക്കരുത്, സൂക്ഷിച്ചു വെച്ചോളൂ. ആർതർ വെല്ലസ്ലി എവിടെയാണ്? ബെൽജിയത്തിൽ വെച്ച്, ബെൽജിയത്തിലെ വാട്ടർലൂ യുദ്ധത്തില് 1815 ആരെ പരാജയപ്പെടുന്നു? നെപ്പോളിയനെ പരാജയപ്പെടുന്നു. ഇത് നെപ്പോളിയന്റെ ഒടുക്കത്തെ പരാജയമായിട്ട് വരികയാണ്. അവിടെ നിന്ന് ആർതർ വെല്ലസ്ലി പരാജയപ്പെടുത്തിയ നെപ്പോളിയനെ എവിടത്തേക്ക്? ദക്ഷിണ അറ്റ്ലാന്റിക്കിലെ സെന്റ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തുന്നു. ഓക്കെ, സെന്റ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തുന്നു. പക്ഷേ ഒരു കാര്യം പറയട്ടെ, സെന്റ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തിയ നെപ്പോളിയൻ, ചക്രവർത്തി അവരോധിപ്പെട്ട നെപ്പോളിയൻ, ലോകം മുഴുവൻ ഭയത്തോടെ നോക്കിയ നെപ്പോളിയൻ, നെപ്പോളിയൻ വീണ കാണാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കൊതിച്ചു നിന്ന നെപ്പോളിയൻ അല്ലേ? നമ്മൾ പറയുന്നു എന്താ പറയാ, ഇതിഹാസങ്ങൾ വാനോളം വാഴ്ത്തിയ നെപ്പോളിയന്റെ ജീവിതത്തിന് അവസാനം അതിദാരുണമായിരുന്നു അല്ലേ? അതിദാരുണമായിരുന്നു. സെന്റ് ഹെലേന ദ്വീപിൽ വെച്ച് നെപ്പോളിയൻ 1821 അതിദാരുണമായി അന്തരിച്ചു. കണ്ടു, നെപ്പോളിയൻ അവസാനിക്കുന്ന അവിടെ. ചരിത്രം വാഴ്ത്തുന്നു. അതാണ് പറഞ്ഞത്, കണ്ണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരും തോറ്റിട്ട് ചരിത്രത്തിൽ നേടിയ ആളുകളാണെന്ന് അല്ലേ? അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് അദ്ദേഹം ഒരു സിനിമയുടെ ഡയലോഗാണ് അല്ലേ? ഓക്കെ, നമുക്ക് തിരികെ വരാം അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുന്ന സമയത്ത് നെപ്പോളിയന്റെ കുതിര ആരാണ്? മാരാംഗോ എന്നാണ് നെപ്പോളിയന്റെ കുതിര. മാരാംഗോ എന്നാണ് നെപ്പോളിയന്റെ കുതിര എന്ന് പറയുന്ന സമയത്ത് ആർതർ വെല്ലസ്ലിയുടെ കുതിരയുടെ പേരാണ് കോപ്പൻഹേഗൻ. ഏതാണ്? കോപ്പൻഹേഗൻ എന്നാണ് ആർതർ വെല്ലസ്ലിയുടെ കുതിരയുടെ പേരെങ്കിൽ നെപ്പോളിയന്റെ കുതിരയാണ് ആര്? മാരാംഗോ എന്നതാണ് നെപ്പോളിയന്റെ കുതിര. റെഡിയല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കണ്ടേ? റെഡിയല്ലേ? സെറ്റ്. ഇനി ചെറിയൊരു ഭാഗത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾക്കറിയാവുന്ന 3 പേർ റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യോ. അറിയാലോ? 3 പേര് അറിയാലോ? റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യോ. ഈ 3 പേരെ പറയാതെ മാഷ് എങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവം അവസാനിപ്പിക്കുക അല്ലെ? റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യോ പിടിച്ചോ. ഫ്രഞ്ച് വിപ്ലവത്തിന് പിതാവാണ് ആര്? റൂസോ. മാറിപ്പോരുത്, ഫ്രഞ്ച് വിപ്ലവത്തിന് പിതാവാണ് ആര്? റൂസോ. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാണ് ആര്? വോൾട്ടയർ, മൊണ്ടസ്ക്യോ. ഫ്രഞ്ച് വിപ്ലവത്തിന് പിതാവ് റൂസോ, ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രവാചകൻ വോൾട്ടയർ, മൊണ്ടസ്ക്യോ ആണെങ്കിൽ ഫ്രാൻസിലെ യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് ആര്? വോൾട്ടയർ. ഫ്രാൻസിൽ യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് വോൾട്ടയർ എന്ന് പറയുമ്പോൾ, ദൈവമില്ലെങ്കിൽ നമുക്കൊരു ദൈവത്തെ സൃഷ്ടിക്കേണ്ടി വരും എന്ന് പറഞ്ഞ ആരാണ്? വോൾട്ടയർ ആണ്. ദൈവമില്ലെങ്കിൽ നമുക്കൊരു ദൈവത്തെ സൃഷ്ടിക്കേണ്ടി വരും എന്ന് പറഞ്ഞ ആരാണ്? വോൾട്ടയർ ആണ്. ശ്രദ്ധിക്കണം, റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യോ ആണ് 3 പേരെന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാണ് ആര്? വോൾട്ടയർ, മൊണ്ടസ്ക്യോ.
ഫ്രാൻസിലെ യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് വോൾട്ടയർ എന്ന് പറയുന്ന സമയത്ത് ദൈവമില്ലെങ്കിൽ നമുക്കൊരു ദൈവത്തെ സൃഷ്ടിക്കേണ്ടി വരും എന്ന് പറഞ്ഞതാരാണ്? വോൾട്ടയർ ആണ്. നമുക്ക് അടുത്ത ഭാഗത്ത് കിടക്കാം. മനുഷ്യൻ എവിടെയും സ്വതന്ത്രമായി ജനിക്കുന്നു, എന്നാൽ അവൻ ചങ്ങലകളാൽ ബന്ധിതനാണെന്ന് പറഞ്ഞതാരാണ്? റൂസോ ആണ്. അത് ഫ്രഞ്ച് വിപ്ലവത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണെന്ന് കരുതിക്കോളൂ അല്ലേ? ഓക്കെ, അപ്പൊ ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ നമുക്ക് എന്ത് വേണം? ഒറ്റക്കാൽ നിൽക്കാനുള്ള നമ്മുടെ കൈകൾക്ക് ബലം വേണം, നമ്മുടെ മനസ്സിന് ബലം വേണം, അതിനൊരു ജോലി വേണം അല്ലെ? മനുഷ്യൻ എവിടെയും സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ ചങ്ങലകളാൽ ബന്ധിതനാണെന്ന് പറഞ്ഞത് ആരാണ്? റൂസോ ആണ്. ഒരിക്കൽ കൂടെ പറയാം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് റൂസോ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകർ വോൾട്ടയർ ആൻഡ് മോണ്ടസ്ക്യൂ ആണ്. ഫ്രാൻസിലെ യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് ആര്? വോൾട്ടയർ ആണ്. ദൈവമല്ലെങ്കിൽ നമുക്കൊരു ദൈവത്തെ സൃഷ്ടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് വോൾട്ടയർ ആണെങ്കിൽ, മനുഷ്യൻ എവിടെയും സ്വതന്ത്രമായി ജനിക്കുന്നവരാ ചങ്ങലകളാൽ ബന്ധിതനാണെന്ന് പറഞ്ഞവരാണ്? റൂസോ ആണ്. എന്നാൽ നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞാരാണ്? റൂസോ ആണ്. സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി എഴുതിയതാരാണ്? റൂസോ ആണ്. സോഷ്യൽ കോൺട്രാക്ട് ഒരു പ്രത്യേകത ഉണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന് ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ദി സോഷ്യൽ കോൺട്രാക്ട് ആണ്. എഴുതിയതാരാണ്? റൂസോ ആണ്. ശ്രദ്ധിക്കണം, ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞ റൂസോ ആണ്. സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി എഴുതിയതാരാണ്? റൂസോ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ബൈബിൾ എന്നറിയപ്പെടുന്ന ഏതാണ്? സോഷ്യൽ കോൺട്രാക്ട് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവത്തിന് ബൈബിൾ എന്നറിയപ്പെടുന്ന ഏതാണ്? ദി സോഷ്യൽ കോൺട്രാക്ട് ആണെങ്കിൽ അടുത്ത പോയിന്റ് കിടക്കുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന് ബൈബിൾ ഏതാണ്? ദി സോഷ്യൽ കോൺട്രാക്ട് ആണ്. നിയന്ത്രിത രാജവാഴ്ചയ്ക്ക് വേണ്ടി നിലകൊണ്ട ചിന്തകനാണ് ആര്? മോണ്ടസ്ക്യൂ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണം എന്നാണ് ആര് പറഞ്ഞത്? മോണ്ടസ്ക്യൂ പറഞ്ഞത്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണം എന്ന് പറഞ്ഞാരാണ്? മോണ്ടസ്ക്യൂ ആണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മറ്ററിവുകളിലേക്ക്. ഫ്രഞ്ച് വിപ്ലവത്തിന് ഓർമ്മയ്ക്കായി സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടതാരാണ്? ടിപ്പു സുൽത്താനാണ്. ടിപ്പു അദ്ദേഹത്തിന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തിനാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടുപിടിപ്പിക്കുന്നത്. എന്നാൽ ശ്രദ്ധിച്ചോളൂ, ദി സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി എഴുതിയത് റൂസോ ആണ്. കുറച്ച് പുസ്തകങ്ങൾ കൂടെ പറയുന്നു. ദി സോഷ്യൽ കോൺട്രാക്ട് എഴുതിയത് റൂസോ ആണെങ്കിൽ, റിഫ്ലക്ഷൻ ഓൺ റവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്ന കൃതി എഴുതിയ ആരാണ്? എഡ്മണ്ട് ബർക്ക് ആണ്. റിഫ്ലക്ഷൻ ഓൺ റവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്ന കൃതി എഴുതിയ ആരാണ്? എഡ്മണ്ട് ബർക്ക് ആണ് കൃതി എഴുതിയതെങ്കിൽ, ശ്രദ്ധിച്ചോളൂ, ഹ്യൂമൻ റൈറ്റ്സ് എന്ന പുസ്തകം എഴുതിയത് തോമസ് പെയിൻ ആണ്. ഓക്കെ, അടുത്ത ഭാഗത്ത് നമ്മൾ കിടക്കുന്നു. ടെയിൽ ഓഫ് സിറ്റീസ് എന്ന കൃതി എഴുതിയത് ചാൾസ് ഡിക്കൻസ് ആണ്. ടെയിൽ ഓഫ് സിറ്റീസ് എന്ന കൃതി എഴുതിയ ആരാണ്? ചാൾസ് ഡിക്കൻസ് ആണ് എഴുതിയത്. അടുത്ത ഭാഗത്ത് കിടക്കുന്നു. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് ആരാണ്? മെറ്റേണിക് ആണ്. ആരാണ്? മെറ്റേണിക് ആണ് പറഞ്ഞത്. ശ്രദ്ധിക്കണം, മെറ്റേണിക് ആണ് എന്ന് പറഞ്ഞത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് ആരാണ്? മെറ്റേണിക് ആണ്. അടുത്ത പോയിന്റ്, 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവമാണ് ഇത് പാരീസ് കമ്മ്യൂണൽ എന്നറിയപ്പെടുന്നത്. 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവമാണ് പാരീസ് കമ്മ്യൂണൽ എന്നറിയപ്പെടുന്നത്. ഒരിക്കൽ കൂടെ പറയാം, മറ്ററിവുകളിലേക്ക് നമ്മൾ കടക്കുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന് ഓർമ്മയ്ക്കായി ഫ്രാൻസിന്റെ മറ്ററിവുകളിലേക്ക് നമ്മൾ കിടക്കുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന് ഓർമ്മയ്ക്കായി സ്വാതന്ത്ര്യ മരം നട്ടതാരാണ്? ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്താണ് മരം നട്ടത്. ദി സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി എഴുതിയതാരാണ്? റൂസോ ആണ്. മറ്റു പുസ്തകത്തിൽ നമ്മൾ കിടക്കുന്നു. റിഫ്ലക്ഷൻ ഓൺ റവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്ന കൃതി എഴുതിയതാരാണ്? എഡ്മണ്ട് ബർക്ക് ആണ് എഴുതിയത്. ശ്രദ്ധിക്കണം, ഹ്യൂമൻ റൈറ്റ്സ് എന്ന പുസ്തകം എഴുതിയത് തോമസ് പെയിൻ ആണെങ്കിൽ, ടെയിൽ ഓഫ് സിറ്റീസ് എന്ന കൃതി എഴുതിയതാരാണ്? ചാൾസ് ഡിക്കൻസ് ആണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് മെറ്റേണിക് ആണ്. എന്നാൽ 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവമാണ് പാരീസ് കമ്മ്യൂണൽ എന്ന് പറയുന്നത്.
നമ്മൾ വിപ്ലവത്തിൻ്റെ മാക്സിമം പോയിന്റുകൾ ഉൾക്കൊണ്ടാണ് കൂട്ടുകാരോട് പറഞ്ഞത്. ചില പോയിന്റുകളൊക്കെ മാഷ് മനഃപൂർവ്വം വിട്ടിട്ടുണ്ട്. കാരണം നിങ്ങളെ വെറുതെ പറഞ്ഞിങ്ങനെ ലെങ്ത് കൂട്ടാതെ ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കാനാണ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്ത് മാഷ് ഒഴിവാക്കിയത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഫ്രഞ്ച് വിപ്ലവം നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുണ്ടാകുന്നവർക്ക് പറയാം. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. കുറച്ച് കൂട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ട ക്ലാസ്സാണ് ഇത് ഫ്രഞ്ച് വിപ്ലവം. പക്ഷെ മാഷ് ഒരു കാര്യത്തോട് തീരുമാനിക്കുകയാണ്, മറ്റ് സബ്ജക്റ്റുകളൊക്കെ എടുക്കുമ്പോൾ ഇനി വേൾഡ് ഹിസ്റ്ററിയുടെ മറ്റു ഭാഗങ്ങൾക്ക് ഇതിനോട് ചേർത്ത് എന്ത് ചെയ്യാണ് ഇനി എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളും. നിങ്ങളോടൊപ്പം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളും കൂടെ ഉണ്ടാവണം. എങ്ങനെ? ലൈക്കും ഷെയറുകളുമായി നിങ്ങൾ കൂടെ ഉണ്ടാവണം. നിർബന്ധമായിട്ടും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ചായയോടൊപ്പം ചരിത്രം എന്നൊരു ഭാഗം എടുക്കുന്നുണ്ട്. അപ്പം നിർബന്ധമായിട്ട് കൂട്ടുകാർ ആ ക്ലാസ് കൂടെ ഒന്ന് കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചായയോടൊപ്പം ചരിത്രം എന്നൊരു ഭാഗം കാണാൻ പറയുന്നത് ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ആ ക്ലാസ് കാണുകയാണ്. നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടാൽ മതി. ആ ഒരു ദിവസം എന്ത് നടന്നു എന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യാണ് ആ ഭാഗത്ത് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസത്തിന് പ്രത്യേകത നമ്മൾ പഠിക്കുമ്പോൾ 365 ദിവസത്തിലെ പട്ടികകൾ കൂടിച്ചേരുമ്പോൾ നമ്മൾ ഒരു വർഷത്തിൻ്റെ കാര്യം നമ്മൾ പഠിക്കുകയല്ലേ. ഓക്കെ, അങ്ങനെ വിവിധ അറിവുകളുമായി നമ്മൾ കൂടെ ഉണ്ടാകും. ഇനിയിപ്പം എല്ലാ ദിവസവും രാത്രി ഒരു ക്ലാസ് കൂടെ മാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ഫാക്ട് എന്നറിയപ്പെടുന്ന ഒരു ഭാഗം കൂടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടെ ഉണ്ടായിക്കോളൂ. കൺഫ്യൂഷൻ ഫാക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഉത്തരം പഠിക്കുമ്പോൾ മറ്റൊരു ഉത്തരം കയറി വരുമ്പോൾ സംശയം ഉണ്ടാവരുത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്ലാസ് വരുന്നത്. അപ്പോൾ ആ ക്ലാസ്സുമായിട്ടും നമ്മൾ ഇനി ദിവസവും രാത്രി നമ്മൾ കാണും. ഓക്കെ, അപ്പം നിങ്ങളോടൊപ്പം ഒരു ദിവസം വ്യത്യസ്ത സമയങ്ങളിൽ മാഷങ്ങ് കൂടുകയാണ്. കൂടെ നിങ്ങളും വരണം. ഓക്കെ, നല്ല ലൈക്കുകളും ഷെയറുകളും കമൻറ്റുകളും വേണം. ഓക്കെ, അപ്പോൾ ആ കമൻറ്റുകളൊക്കെയാണ് നമ്മുടെ മുന്നോട്ട് എന്ത് ചെയ്യുന്നത്? പ്രചോദനം നൽകുന്നത്, പ്രേരിപ്പിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്നതിൽ കൂടെ എന്ത് ചെയ്യണം? ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പം കൂടുതൽ കാര്യമാണ് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസ.